നമസ്കാരം. ഷാജിദ ഷാജിയുടെ പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ്. കുറേശ്ശെ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തതാണ്. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളുമായിട്ട് ഷാജിദ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതെന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. ഇതെന്താ ഭയങ്കര ഗൗരവമായിട്ട് വെക്കണേ? എങ്ങനെയുണ്ട് പുതിയ ലൈഫും കാര്യങ്ങളൊക്കെ? ലൈഫ് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാണ്ട് പോകും. കല്യാണം കഴിഞ്ഞു അല്ലേ? കല്യാണം ചെറുതായിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല. ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയണില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ളതല്ല, കണ്ണൂരുകാരനാണ്. ആള് വന്നിട്ടുണ്ടായിരുന്നു. ദുബായിലാണ്. ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്നു, നിക്കാഹ് കഴിഞ്ഞു, ആള് പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഈ മാസം ഫസ്റ്റില്, ഡിസംബർ ഫസ്റ്റ്. അത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ? അല്ല, അവിടെ അവരുടെ ഭാഗത്ത് വെച്ചിട്ട്, കണ്ണൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ആള് പോയി. ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. ഇനി അങ്ങോട്ട് പോവോ? അത് തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് എവിടെ ഇപ്പൊ താമസം? ഞാൻ വീട്ടിൽ തന്നെ. ഉമ്മയും മക്കളും എല്ലാവരും സപ്പോർട്ടായിരുന്നോ കല്യാണം കഴിക്കാൻ നേരത്തെ? അവര് പറഞ്ഞ എൻ്റെ ഇഷ്ടമാണല്ലോ, നമ്മളുടെ ലൈഫല്ലേ. ഇപ്പം പൊതുവേ എൻ്റെ ലൈഫ് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ തീരുമാനം മറ്റുള്ളവരടുത്ത് പറയണമെന്ന് എനിക്കില്ല. എന്നാലും ഉമ്മയോട് ഒന്ന് സംസാരിച്ചിരുന്നോ? ഉമ്മ ഞാൻ ഇങ്ങനെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്. അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. മറ്റേ സഹോദരങ്ങൾക്കോ? അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവര് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ. ഞാൻ അവരുടെയായിട്ടൊന്നും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങളും അങ്ങനെ ഇല്ല. എന്റെ കാര്യങ്ങളൊന്നും അവരായിട്ട് ഷെയർ ചെയ്യാറില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഇല്ല, ഇത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ്. മക്കൾക്ക് അറിയാം, മക്കള് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏറ്റവും ഇളയ ആള് പോലും ഇല്ല, കുട്ടികളാരും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും ഷാജി മാത്രമായിട്ട് പോയി വിവാഹം കഴിഞ്ഞു, തിരിച്ചു പോന്നു. എന്നിട്ട് ആള് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു? കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ ആള് പോയി ദുബായിക്ക് തിരിച്ചു പോയി, ജോലിക്കായിട്ട് പോയി. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇക്കാടെ പെങ്ങളെ ഒരു ഇതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനറിയില്ല, ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ അറിയണത്. എന്തോ കാരണം ഞാനൊരു 4 മാസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. ഒരു 4 മാസം എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ 4 മാസം എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാനസികമായിട്ട് ഒരു തകർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. പക്ഷെ ഇപ്പം അവരത് പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് 4 മാസം ഗർഭിണിയായിരുന്നു, പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷനാക്കി എന്നെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് എനിക്ക് പ്രഗ്നൻ്റ് ആയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല. എന്ത് സത്യം ഉണ്ടെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ അവര്. അങ്ങനെ എവിടെയാണ് അബോർട്ട് ചെയ്തത്, എവിടെ ഏത് ഡോക്ടറെ കാണിച്ചത്, എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ. അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാനൊരു ഡോക്ടറിനെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ, അബോർഷനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. അതെവിടെയാണ് എന്താണെന്ന് അവർ തെളിയിച്ചു തരട്ടെ. ഡോക്ടറെ കാണാതെ തന്നെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാനുള്ള മാർഗങ്ങൾ അതെനിക്കറിയില്ല. 4 മാസം പ്രഗ്നന്റ് ആയ ആള് എങ്ങനെ ഡോക്ടറെ കാണാണ്ട് അല്ലാണ്ടൊക്കെ ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ 4 മാസം പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കുട്ടി വളർച്ച എത്തിയ ആ ഒരു ടൈമാണ്. അതിൽ നമ്മൾ ഒരിക്കലും അബോർഷൻ ചെയ്ത് തരില്ല. ഇവർ പറയുന്നത് 4 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, 4 മാസം കഴിഞ്ഞിട്ട് അബോർട്ട് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതിലെനിക്കറിയില്ല എന്താണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു അപവാദം പറഞ്ഞ് പരത്തിയതാണ്. അല്ല, ഇങ്ങനെ ഈ ഒരു നീചമായ രീതിയിലുള്ള ഒരു അപവാദം പറഞ്ഞ് ഉണ്ടാക്കാനായിട്ടുള്ള ദേഷ്യം എന്താണ്? അതെനിക്കറിയില്ല. ഞാൻ ഇപ്പം നിങ്ങളുടെ ഇന്റർവ്യൂലായാലും വേറെ കുറേ 2 ഇന്റർവ്യൂ കൊടുത്താലും ഞാൻ ഈ പറയുന്ന ഇക്കാന്റെ പെങ്ങന്മാരെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. അവിടെ ഞാൻ എൻ്റെ ഇക്കാന്റെ ഏട്ടന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളൂ. അവരുടെ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ.
ഈ പെങ്ങന്മാരിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ അങ്ങനത്തെ ഒരു സംഭവം ഇറക്കിയതെന്ന് എനിക്കറിയില്ല. അല്ല ഈ പെങ്ങന്മാർക്ക് ഷാജിദോട് നേരത്തെ അല്ല ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെങ്ങന്മാര് വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, അവരാ വീട്ടിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, അവര് പൊതുവെ ഈ രണ്ടാമത്തെ പെങ്ങളെ ഇക്കാന്റെ രണ്ടാമത്തെ പെങ്ങൾക്ക് പൊതുവെ എന്നോട് നിശ്ചയം കഴിഞ്ഞ മുതൽക്കൊരു ദേഷ്യമാണ്. കാരണം അവള് നോക്കി വെച്ച ഒരു പെണ്ണിനെ ഇക്ക കെട്ടില്ല എന്നുള്ളൊരു ദേഷ്യം അവൾക്ക് എന്നോട് എപ്പോഴും ഉണ്ട്. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ, അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവള് എൻഗേജ്മെന്റിനൊന്നും അവള് വന്നിട്ടില്ല, എന്നെ കാണാൻ വന്നിട്ടില്ല, എൻഗേജ്മെന്റിന് വന്നിട്ടില്ല. കല്യാണത്തിന്റെ ടൈമിലൊക്കെ അവള് ഇവരിനായിട്ട് തെറ്റി നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. അത് ആ ദേഷ്യം അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഈ ടൈം വരയ്ക്കും ഉണ്ട്, അവളുടെ മനസ്സിലുണ്ടത്. അവൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. പക്ഷെ ഈ ഒരു കാര്യം ഷാജിദ നേരത്തെ ഒരു വീഡിയോയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ആരോടും അവരെ കുറിച്ച് ഒരാളുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണ്ടെന്ന് തോന്നി. എനിക്കിപ്പോ അവരെ കുറിച്ച് പറഞ്ഞിട്ടിപ്പോ ഒന്നും കിട്ടാനില്ല. ഞാനിപ്പോ അവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് നല്ലപോലെ നല്ലപോലെ നിന്നിട്ടുള്ളൂ. എനിക്കപ്പോൾ അവരുടെ അടുത്ത് അങ്ങനെ പറയണമെന്ന്, അവരെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവരിപ്പോൾ പരത്തിയ വലിയൊരു എന്താ പറയുക, മഹാമോശമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരിക്കലും ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അവരിപ്പോൾ പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ അത് ലീഗലി ഞാൻ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് തെളിവും കാര്യങ്ങളൊക്കെ അവർ തെളിവ് സഹിതം കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവർ ഇപ്പം ഈ പറഞ്ഞ സ്ഥിതിക്ക് അവർ തെളിവും കൊണ്ടുവരണമല്ലോ. തെളിവ് അവർ കൊണ്ടുവരണമല്ലോ. തെളിവ് അവർ കൊണ്ടുവരട്ടെ. തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. തെളിവ് കൊണ്ടുവരട്ടെ. ഇപ്പം ഞാൻ എവിടെ കാണിച്ച് എങ്ങനെയാണ് എത്ര മാസം അബോട്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരത്തൊക്കെ അന്വേഷിച്ച് അറിയാമല്ലോ. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലായിരുന്നല്ലോ ഈ 4 മാസം. അപ്പോൾ ഈ 4 മാസം എന്തായിരുന്നു എനിക്ക് പ്രശ്നം, എങ്ങനെ ആയിരുന്നു എന്നൊക്കെ തെളിയിക്കാമല്ലോ. എനിക്കിപ്പോൾ എനിക്ക് ആ ടൈമിൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച മരുന്നും കാര്യങ്ങളും ഞാൻ കഴിച്ചിരുന്ന മരുന്നും എല്ലാം എൻ്റെ അടുത്തുണ്ട് തെളിവ്. ഞാൻ കഴിച്ചിരുന്ന തെളിവ് എൻ്റെ അടുത്തുണ്ട്, ഡോക്ടറും ഉണ്ട്, എല്ലാം ഉണ്ട്. അവർ പറഞ്ഞ അതിനുള്ള തെളിവ് അവർ കൊണ്ടുവരട്ടെ. മുറിവോ കാര്യങ്ങളോ? ഇത് ഞാൻ ഇക്ക മരിച്ചിട്ട് വീട്ടിൽ പോയതിന് ശേഷം കുറച്ചൊരു 4-5 മാസം കഴിഞ്ഞിട്ട് മൈലാഞ്ചിട്ടോണ്ട് കാണില്ല, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പറഞ്ഞാൽ ഒരുപാട് പ്രഷർ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം കടം കാര്യങ്ങൾ ബാക്കിയുള്ളത്, വീട്ടിൽ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. അന്നൊന്നും യൂട്യൂബ് അത്ര ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഈ മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ തോന്നി. അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ് എൻ്റെ കൈ. പക്ഷെ അവർ പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാടെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മാന്റെ കൈ ഉമ്മ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് ഉമ്മാന്റെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവരുടെ വോയിസിലൊക്കെ കേൾക്കണത്. അല്ല ഈ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുമ്പോഴത്തേനും അത് അവര് പറഞ്ഞായിട്ട് സമയം വരില്ലേ? ഈ കൈ മുറിച്ചത് അതുകൊണ്ടല്ല. ഈ കൈ മുറിച്ചത് എനിക്ക് മാനസികമായിട്ടുള്ള പ്രഷർ. യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ. പിന്നെ വർക്കിനൊക്കെ പോയ ടൈമിലൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തർ പറയും. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമുക്കില്ല, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന ആ ടൈമിൽ എനിക്ക് തോന്നിയ ആ ഒരു സംഭവമാണിത്. അത് പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് പിരിമുറുക്കം കൂടുമ്പോൾ അതിപ്പോൾ നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് സൈക്കോളജിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നതാണ്. അങ്ങനെ എനിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ ചെയ്തതാണ്. അല്ലാണ്ട് പ്രഗ്നൻ്റ് ആയിട്ടും ഇത് മുറിച്ചതല്ല. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അബോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അവർ കൊണ്ടുവരണം. ഇത് ഞാൻ മുറിച്ചിട്ട് ഏകദേശം കുറേ ആയി. ഇതിപ്പോൾ ഞാൻ മുറിച്ചിട്ട് തന്നെ ഒരു 4-5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഈ അടുത്താണ് മുറിച്ചിരിക്കുന്നത്? അടുത്തല്ല, ഒരു 6-7 മാസമൊക്കെ ഉണ്ടാവും മുറിച്ചിട്ട്. അപ്പൊ ഈ ഓപ്പറേഷന് മുമ്പാണോ മുറിച്ചത്? ഓപ്പറേഷൻ്റെ കുറേ മുന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ മുന്നേ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി നാളായിട്ടില്ലല്ലോ? ഇല്ലല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം 2 മാസം ആയിട്ടുള്ളൂ. റീസെൻ്റ്ലി ആയിട്ടുള്ളൂ. അതിന് മുമ്പ് മുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ ഒരു പറച്ചിലുണ്ട് ഷാജിദ്ക്ക് അഹങ്കാരം കൂടി. കാരണം വേറെ ഒന്നുമല്ല, ആൾക്കാർ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഷാജിദയുടെ ആദ്യമുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്, വളരെ പാവമായിട്ട് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം മാറിയിട്ട് ഷാജിയുടെ സംസാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പച്ചയായിട്ട് തെറി പറയുന്ന രീതികൾ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ട്. അല്ലല്ല, ചെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലാത്ത തെറികള് ഇല്ല, അതും ഒരു തെറിയുടെ ഒരു തുടക്കമാണ്. ഉണ്ടാവും, പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എന്നെ അങ്ങനെ ആക്കി തീർത്തത്. എങ്ങനെ? ഈ അവരുടെ കമന്റ്സ് ആണ് എന്നെ ഇത്രയും വയലന്റ് ആക്കിയത്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ നല്ല രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പൊ ആ ഒരു എന്താ പറയാ, എനിക്ക് സഹതാപത്തിന്റെ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഇവരെല്ലാവരും കമന്റ് ഇട്ടുണ്ടായിരുന്നത് ഇവള് സഹതാപത്തിന്റെ രൂപത്തിൽ ഇവള് പൈസ ഉണ്ടാക്കുകയാണ്, യൂട്യൂബിൽ കടന്ന് കളിക്കുകയാണ്, ഇവളുടെ കണ്ണീര് കണ്ടിട്ട് എല്ലാവരും ഇവളെ സഹായിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ആ ഒരു ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സഹതാപത്തിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു, ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഒരാളാണ്. പൊതുവേ എൻ്റെ ഇക്കുള്ള ടൈമിൽ ഞാൻ നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളും മോഡലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ എന്താണ് ഇക്ക മരിച്ചതിന് ശേഷം ടെൻഷൻ കൂടിയിട്ടാണ് ഞാൻ പൊതുവേ ഇങ്ങനെ ആയത്. പൊതുവേ പറഞ്ഞാൽ നിങ്ങൾ വരുന്ന ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു, അങ്ങനെ ആയത്. അപ്പോൾ എന്താ പറയുക, ഇവരുടെ കമൻസുകൾ ഇങ്ങനെ തുടരെ ഇവള് കണ്ണീരും കയ്യുമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പൈസ പണം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ചേഞ്ചായി. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലും ബാക്കിയുള്ളതും നെയ്റ്റി മാറ്റി, ഞാൻ ബാക്കിയുള്ള ഡ്രസ്സിങ് മാറ്റി, അങ്ങനെയൊക്കെ മാറ്റി. അപ്പോൾ ഇവർ വീണ്ടും പറഞ്ഞു ഇവൾക്ക് അഹങ്കാരം കൂടി, ഇവൾക്ക് പണം വരാൻ തുടങ്ങി, ഇവൾക്ക് പൈസ വന്നപ്പോൾ ഇവളുടെ അഹങ്കാരം കൂടി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് അഹങ്കാരം കാര്യങ്ങൾ എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ പൊതുവെ സംസാര രീതി എനിക്ക് അങ്ങനെയാണ്. ഇല്ല, സംസാര രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിലും ആ ടൈമിലൊക്കെ ഞാൻ മാനസികമായിട്ട് ഒരു പിരിമുറുക്ക, പൊതുവെ ഞാൻ ഇതാണ് ഷാജിദ പറഞ്ഞത്, ഇതാണ് റിയൽ ഷാജിദ. ആക്ടിങ് അല്ല, അത് എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിന്റെ നില സൈലന്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ വരുന്ന ടൈമിനൊക്കെ മുന്നേ ഞാൻ മിണ്ടലില്ല, മക്കളോടടക്കം ഞാൻ മിണ്ടലില്ല. റൂമിൽ ഇങ്ങനെ ഒരു ഭാഗത്തിരിക്കും, ഉമ്മാനോട് മിണ്ടില്ല, പുറത്ത് വരില്ല, റൂമിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഫോണെ ഞാൻ യൂസ് ചെയ്യലേ ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ എനിക്ക് ഈ പാട്ട്, ഫോൺ ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ഒരു 4-5 മാസം എനിക്ക് അങ്ങനെ ആയിരുന്നു. അതെനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കാരണമാണ്. ടെൻഷൻ, ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. കാരണം ഇക്ക മരിച്ച ടൈമിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാനിതിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. മക്കളൊക്കെ വലുതാവുന്ന ടൈം നമുക്ക് കൂടെ ഒരു സപ്പോർട്ടിന് ആളില്ലല്ലോ, എന്താ അവർ ചെയ്തതെന്ന് പിന്നീടാണ് എനിക്ക് പിന്നെ അതൊരു ഇതായി തോന്നിയത്. അപ്പോൾ ആ ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ സൈലന്റ് ആയി. മാനസികമായിട്ട് ഞാൻ നല്ല ഡൗൺ ആയി. ഇതൊന്നല്ല, ഞാനൊന്നും ഒരാളുടെ അടുത്തും പ്രതികരിക്കില്ല, ഫോണെടുത്ത് സംസാരിക്കില്ല, ഫ്രണ്ട്സുകൾ വിളിച്ചാൽ മിണ്ടില്ല, വീട്ടിൽ ഉമ്മാനോട് മിണ്ടില്ല, അനിയത്തിമാരോട് മിണ്ടില്ല, മക്കളോട് മിണ്ടില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ റിയൽ ഷാജിദ ഇതാണ്. അത് പണ്ടുള്ളവർക്ക് അറിയാം, കല്യാണം കഴിഞ്ഞപ്പോഴും അല്ലാത്തവർക്കും ഇക്കാൻ്റെ വീട്ടുകാർക്കും ഒക്കെ അറിയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അപ്പോൾ കൊടുക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാനുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ. പക്ഷേ അതിൻ്റെ അകത്ത് ആരും വന്നിട്ട് ഇപ്പോൾ ഷാജിയുടെ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു, ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആരും വന്നിട്ട് ഒരു കമന്റ് പോലും ഇട്ടിട്ടില്ല. അല്ല, അവര് കമന്റ് ഉണ്ട്, ഒരു സപ്പോർട്ടിനായിട്ടെങ്കിലും ഒരാൾ അല്ല അങ്ങനെ അവർ വീഡിയോസ് കാണാം, പക്ഷെ അവർ കമന്റ് ഇടാറില്ല. ആരെങ്കിലും ഒരാൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതെ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യണ്ടേ? ഷാജിദ ഇങ്ങനെയല്ല, ഷാജിദ വേറെ രീതിയിലാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടേ? എനിക്കറിയില്ല, അത് അങ്ങനെ. അപ്പൊ അത് അവരുടെ ഇഷ്ടമല്ലേ, അവര് വന്ന് കമന്റ് ചെയ്യണത്, ഇതൊന്നും അത് അവരുടെ ഇഷ്ടമല്ലേ. കമന്റ് ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്ന് ഈ ഒരു 3-4 ദിവസം മുന്നേ വരെ ഞാൻ എയറിലായിരുന്നു. ഈ 3-4 ദിവസം കഴിഞ്ഞത് ഞാൻ നല്ല താഴത്തെത്തി. ഇപ്പൊ നല്ല കമന്റ്സുകൾ ഇപ്പൊ എടുത്ത് നോക്കിയാൽ കാണാൻ നല്ല കമന്റ്സുകളാണ് വരുന്നത്. അതിന്റെ മുന്നൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു. സോഷ്യൽ മീഡിയ ആവുമ്പോൾ മോശം കമന്റും വരും, നല്ല കമന്റും വരും. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ ടൈമിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. എനിക്ക് നിറയെ പേര് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഷാജി ഒന്നുകൊണ്ടും തളരരുത്, നെഗറ്റീവ് പറയണവരോട് പറഞ്ഞോട്ടെ, നിന്റെ ഭാഗത്ത് ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട്. ഡെയിലി വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഇതിപ്പോൾ ഷാജിദ ചെയ്യുന്ന കണ്ടന്റുകളുടെ ഉച്ചിഷ്ടം എടുത്തിട്ടാണ് ബാക്കിയുള്ളവർ കണ്ടന്റ് ചെയ്യുന്നതെന്ന് ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞാല് അങ്ങനെ പറയാൻ കാരണം അത് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴേക്കും അതിന്റെ എടുത്ത് ഇരട്ടിയാക്കി ഇടുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ നല്ല രീതിയിൽ ഇടുന്ന പ്രൊജക്റ്റ് ചെയ്യണുണ്ട്, ചില ആൾക്കാർ ഭയങ്കര മോശമായിട്ട് പറയണ അവൾ അങ്ങനെ ഇങ്ങനെ അവളുടെ ഇതെന്ന് പറഞ്ഞിട്ട് മോശം ഇതാക്കിയിട്ട്. അപ്പോൾ അവരിപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചില ടൈമിലൊക്കെ ഞാൻ പറയണെങ്കിൽ എൻ്റെ റിയാക്ഷൻ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടത് ഇറ്റ്സ് മീ ഗൈസ് ആണ് എടുത്തിട്ടത്. അവൻ നല്ല രീതിയിലാണ് ഫസ്റ്റ് അവൻ എന്നെ എല്ലാവരുടെ അടുത്തും മുന്നിൽ അവൻ പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, 5 കുട്ടികൾ പാവാണ്, അതൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ മഴവിൽ കേരളത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പോർഷൻ കട്ട് പോർഷൻസ് എടുത്തിട്ട് അവൻ ഭയങ്കര മോശമായിട്ടുള്ള, അവൻ അതിൻ്റെ ഉള്ളിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ്റെ തമ്മിലേൻ
ഷാജിദയുടെ ഇക്ക മരിക്കാൻ കാരണം അവരുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു തമ്പലേൻ ഇട്ടിട്ട് അവൻ വീഡിയോ ചെയ്തു. അതിൽ ഭയങ്കര പ്രശ്നമായി എനിക്ക്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അല്ല, അതിൻ്റെ താഴെ ഇക്കാൻ്റെ ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഒരുപാട് വലുതായി. അപ്പം ഞാൻ അവനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിനെതിരെ ഞാൻ വീഡിയോ ചെയ്തു. കാരണം നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയും. നല്ലത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്, അയാൾ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇയാൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ അതിനെ എതിർത്തിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അയാൾ മാത്രമല്ല, ഇപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷാജിദ വീഡിയോ ഇട്ടിട്ട് കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളവർ. എന്താണ് അറിയില്ല, റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. നമ്മളിപ്പോൾ ഇങ്ങനെ എയറിൽ നിൽക്കണതുകൊണ്ട് നമ്മുടെ കണ്ടന്റ് എടുത്തിട്ട് അവർക്ക് കുറച്ച് റീച്ച് കൂടുന്നുള്ള ഒരു രീതിയിലാണ്. കാരണം ഇപ്പോൾ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ്, കാരണം പറഞ്ഞാൽ ഒരു 5000 സബ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടുതൽ ചാനലിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ കാരണമാണ് ഷാജിദയ്ക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൂടുതൽ ഉണ്ടായെന്ന് അവർ പറയുന്നുണ്ടല്ലോ. കാരണം ഷാജിദയുടെ പഴയ വീഡിയോകൾ എടുത്തിട്ട് അവർ റിയാക്ട് ചെയ്ത് എനിക്ക് അന്ന് ഈ നാത്തൂൻ ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് 43-44 സബ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനത് പ്രതികരിച്ചതിന് ശേഷം എനിക്ക് സബ് കുറഞ്ഞു. ഇപ്പൊ വീണ്ടും സബ് കൂടി. അപ്പൊ ഈ പറയുന്നവരെന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, നമ്മളെ താഴ്ത്തണുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗമാണ്. അല്ല, ഇത് ആദ്യം ഷാജിദനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിച്ചത്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം ഷാജിദയ്ക്ക് സുഖമില്ല, മക്കൾ ഇങ്ങനെയാണ്, ജീവിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിദയ്ക്ക് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഷാജിദയുടെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റം കൊണ്ടാണ്. കാരണം ഈ ഷാജിദ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു ഉച്ചിഷ്ടം എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് ഷാജിദേനെ അവർ വീഡിയോ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആർക്കാണെങ്കിലും ദേഷ്യം വരും. സത്യമല്ലേ പറയുന്നത്? എന്തുകൊണ്ട്? ഞാൻ പറയട്ടെ, നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പൊ ഈ ഓൺലൈൻ നിങ്ങളുടെ ഈ ചാനലിലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് വേറൊരു ആൾക്കാർ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുക? നമ്മളുടെ കാര്യം എടുത്തിട്ട് ഇപ്പൊ എന്റെ കഥയാണ് ഇപ്പൊ ഇവര് പറയണെന്ന് വെച്ചാൽ എന്റെ ചാനലിൽ ഞാൻ എന്റെ കഥ പറയുന്നുണ്ട്, അതെല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇവരെടുത്ത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ എങ്ങനെയായാലും ഇവർക്ക് അതിന്റെ റീച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ കേസൊക്കെ ഒരു വീഡിയോ എന്റെ ചെയ്യുമ്പോഴേക്കും 4 ലക്ഷം 3 ലക്ഷം ഒക്കെ ആവുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത വീഡിയോക്കാണ് ആദ്യം അത്ര വ്യൂസ് വന്നത്. ആദ്യം സപ്പോർട്ട് ചെയ്ത വീഡിയോക്കാണ്. അതിന് ശേഷം ഇടുന്ന വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്. പൊതുവേ ഇടുന്ന ആൾക്കാർക്കൊക്കെ വ്യൂസ് ഉണ്ട്. കാരണം എന്താണ്, ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നെഗറ്റീവ് മാത്രമല്ല, അവർ പോസിറ്റീവും ചെയ്തിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറച്ച് എല്ലാവരും അറിയുന്നുണ്ട്, റീച്ച് കൂടുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് എൻ്റെ എന്താ പറയാ, എനിക്കായിട്ടുള്ള ഒരു ഇത് കുറയല്ലേ. കാരണം എൻ്റെ സ്റ്റാൻഡേർഡ് കുറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അപവാദങ്ങളൊക്കെ പല വീഡിയോയിൽ ഇടുമ്പോൾ പല ആൾക്കാരും കാണുമ്പോൾ മോശമായിട്ടാണ് അവർ ഇതാക്കുന്നത്. കാരണം ഒരു ഗർഭമൊക്കെ ഒരു പെണ്ണിന് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പൊ ഞാൻ പറയട്ടെ, സഫീന ബീവി പറഞ്ഞൊരു സ്ത്രീയാണ് ഈ യൂട്യൂബിൽ ഇത് കൊണ്ടുവന്നത് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൽ എൻ്റെ നാത്തൂനായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്ത് നാത്തൂന് ഇവരുടെ അടുത്താണ് സംസാരിച്ചത്. അങ്ങനെ സഫീന ബീവിയാണ് ഇത്. ഈ സഫീന ബീവി അല്ല ഇതിട്ടെങ്കിലും സഫീന ബീവിൻ്റെ ഫ്രണ്ടാണ് ഇതിട്ടത്. കാരണം അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയാണ് ഇത് പ്രചരിപ്പിച്ചത്. അപ്പൊ അത് ആ വോയിസ് കട്ടെടുത്ത് എല്ലാവരും ഇട്ടു. അപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഷാജി. ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി എനിക്ക്. എന്താണ് ഇപ്പൊ ഈ 4 മാസം ഞാൻ വയ്യാണ്ടിരുന്നത് ആരും അറിയില്ല. എൻ്റെ വീട്ടിലും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ അറിയുള്ളൂ ഞാൻ 4-5 മാസം ഒഴിഞ്ഞു നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളവർക്ക് എൻ്റെ കുടുംബക്കാർക്കൊന്നും അറിയില്ല. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയി അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി. എന്താ സംഭവം, ഇതെന്താ ഇങ്ങനെ പറയുന്നത്, ഇക്ക മരിച്ചതിന് ശേഷം നീ പ്രഗ്നൻ്റ് ആയി എന്നൊക്കെയാണല്ലോ. അപ്പോൾ അത് എന്നെ സ്വാഭാവികമായിട്ട് എന്നെ മാനസികമായിട്ട് തകർക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റീച്ച് അല്ലല്ലോ നമ്മൾ നോക്കുന്നത്, നമ്മളുടെ മാനം വിറ്റിട്ടല്ലേ ഇവർ ഇത് ചെയ്യണത്. നമ്മുടെ മാനമാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. അല്ല, ഇങ്ങനെ ഈ മാനം വിറ്റ് കളയാനായിട്ടൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ ഈ പറയുന്ന നാത്തൂനെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യില്ല. പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. എനിക്ക് അവളായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്ക മരിച്ചതിന് ശേഷം അവൾ ഇക്കാനെയും മക്കളിനെ ഇത്ര സ്നേഹിക്കണവളാണ് പറഞ്ഞാൽ എന്നെ മാറ്റി നിർത്തിയിട്ട് അവൾക്ക് എത്രയോ പ്രാവശ്യം അവളുടെ മക്കളിനെ വന്ന് കാണാമായിരുന്നു. ഇക്കാൻ്റെ മക്കളിനെ വന്ന് അവൾക്ക് കാണാമായിരുന്നു. അവൾ അത് ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇക്ക ഉള്ളപ്പോഴേ എന്നെ ഇക്കാനോട് അവൾ വലിയ ഇതൊന്നും ഇല്ലാത്ത അവളാണ്. നമ്മൾ വലിയ കോണ്ടാക്റ്റ് ഒന്നും അവരില്ല. അവൾ വേറെ ആങ്ങളമാരനായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഇവളായിട്ടൊന്നും നമ്മൾ അധികം കോണ്ടാക്റ്റ് ഇല്ല. ഇടയ്ക്കൊക്കെ പോവാ വരിക, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുക, അങ്ങനെയുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പൊതുവെ. അല്ലാണ്ട് ഇവളായിട്ട് ഞാൻ വിളിക്കല് സംസാരിക്കല് ഡെയിലി വിളിക്കലൊന്നും ഇല്ല.
ഇപ്പോൾ ഷാജിദ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഈ വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷാജിദ രണ്ടാമതൊരു വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞത്. വികാരം അടക്കി പിടിക്കാത്തതെന്നല്ല, എനിക്കിപ്പോൾ ഒരു 10-32 വയസ്സായിട്ടുള്ളൂ. മനുഷ്യനാണ്. ഇപ്പൊ മനുഷ്യന്മാരാവുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഇപ്പൊ എൻ്റെ ശരീരത്തിലെ ഹോർമോണും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പം നിങ്ങളൊരു കമൻ്റ് ഇടുന്ന ഒരാൾ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ വികാര വിചാരങ്ങൾ മാറ്റി നിർത്തിയിട്ട്, അത് നമ്മുടെ ഇപ്പോൾ എനിക്ക് 10-15 വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വികാര വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെൻ്റെ ഒരു പാർട്ട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പം 15 കൊല്ലം ഞാൻ എൻ്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഇക്കാൻ്റെ കൂടെയാണ് കറങ്ങിയിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഇക്കാൻ്റെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോൾ ഇനിയൊരു പാർട്ട്ണറെ തേടാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനിയൊരു പാർട്ട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നില്ലല്ലോ, ആരായാലും ഇല്ല. പണ്ട് കാലത്ത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ തീരുമാനം എടുത്തപ്പോൾ എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ട് ഷാജിദ, ഞങ്ങൾ ഇതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, പക്ഷെ മക്കൾ ഞങ്ങളെ ഇപ്പോൾ ഇട്ടിട്ട് പോയി. സ്വാഭാവികമായിട്ട് ഇട്ടിട്ട് പോവല്ല, അവർക്ക് അവരുടെ ലൈഫായപ്പോൾ അവർ അവരുടെ ഭാഗമായി, ഞാൻ ഒറ്റയായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കല്യാണം കഴിച്ചാലോ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. അത് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ എനിക്കൊരു 32 വയസ്സ്. ഈ ടൈമിൽ ഞാൻ തിരഞ്ഞെടുക്കാണ്ട് ഒരു 40-50 വയസ്സിൽ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? ഇപ്പോഴല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ തിരഞ്ഞെടുത്തു. എൻ്റെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാം. അങ്ങനെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പം വികാര വിചാരങ്ങൾ ഏത് പെണ്ണിനല്ലാത്തത്, ഏത് ആണിനല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അത് നേരത്തെ തിരഞ്ഞെടുത്ത്. നേരത്തെ അല്ല, ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അറിയാം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയാം. എന്നെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോസും അവൻ കാണും. അപ്പോൾ അവനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ സങ്കടം അറിയാം, സന്തോഷം അറിയാം, എല്ലാ കാര്യം എനിക്കറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല, യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല, ഞാൻ ചെയ്യണോണ്ട് എനിക്ക് എതിർപ്പില്ല, അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയത്? ഫോണിലൂടെ തന്നെയാണ്, ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. എനിക്ക് മെസ്സേജ് അയച്ചത്. അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ, എൻ്റെ ഇക്കാൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം, അവൻ മരിച്ചത് അറിയില്ല, അവൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അതിന് മുന്നേ അവൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇക്ക മരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ, അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു, പൈസ അയച്ചു തന്നു, കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന് അന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട്. പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു. നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി, അവൻ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണിത് തുടങ്ങിയത്. ഒരു എത്ര നാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു? ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൂ, ഇക്ക മരിച്ചിട്ടൊരു 5-6 മാസം കഴിഞ്ഞിട്ടാണ്. 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൗഹൃദം തുടങ്ങിയത്. അതിന് മുന്നേ അവൻ എൻ്റെ ഫ്രണ്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ അവൻ എൻ്റെ റീൽസ് ഒക്കെ കാണുമായിരുന്നു. ഇക്കുള്ള ടൈമിൽ അവൻ റീൽസ് ഒക്കെ കാണും, അങ്ങനെയൊക്കെ അറിയും. പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരുന്നു. ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇക്ക മരിച്ചതിന് ശേഷം അവൻ എൻ്റെ റീലില് അടിയിൽ ഞാൻ ക്യാപ്ഷൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്ത് എന്താ പ്രശ്നം, എന്ത് പറ്റി, ഇക്ക എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന്. അപ്പോൾ അവനിങ്ങനെ മെസ്സേജ്, സാധാരണ രീതിയിലുള്ള മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രഷർ കുറച്ച് ചില ടൈമിൽ ഞാൻ അവനോട് സംസാരിക്കാണ്ടും മെസ്സേജ് അയക്കാണ്ടായപ്പോൾ അവൻ എന്താ പ്രശ്നം നിനക്ക് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവനത് അയച്ചു തന്നു, ഞാനത് കടം വീട്ടി, അങ്ങനെയൊക്കെ. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൗഹൃദത്തിൽ നിന്നാണ് പ്രണയത്തിലേക്ക് മാറിയത്. പ്രണയത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചേക്കാം അങ്ങനെ ഒരു ഇതിലേക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ
ഇങ്ങനെ പോവായിരുന്നു. കാരണം അവന് ഏജ് കമ്മിയാണ്, 10-26 വയസ്സായിട്ടുള്ളൂ. പിന്നെ എനിക്ക് 32 വയസ്സായില്ലേ. അപ്പോൾ ഒരു ഏജ് ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ കുടുംബത്തിലും അവനൊരു മോൻ, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കിടക്കണോണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രണയത്തിലൂടെ അങ്ങ് പോവായിരുന്നു. കാരണം പറഞ്ഞാൽ ഒരു നമ്മളെ സപ്പോർട്ടായിട്ട് ഒരാള്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു ഇത്. അല്ലാണ്ട് കല്യാണം കഴിക്കണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആരും കല്യാണം ഒന്നും കഴിക്കണില്ല ശരിക്കും പറഞ്ഞാല്. അപ്പോൾ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നി. ഇപ്പൊ ഞാൻ എന്ത് കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ഭർത്താവ് മരിച്ചിട്ട് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ ഒരു സൗഹൃദം പതുക്കെ നീണ്ട് പതുക്കെ പ്രണയത്തിലേക്ക് മാറി. പ്രണയത്തിൽ നിന്ന് പതുക്കെ വിവാഹത്തിലേക്കും മാറിയിരിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ സമ്മതമായിരുന്നോ? അല്ല, അവൻ്റെ വീട്ടുകാരനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇപ്പൊ അറിഞ്ഞോ? ഇപ്പൊ എല്ലാരും അറിഞ്ഞു. എന്താ പറഞ്ഞത്? ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ എല്ലാരും അറിഞ്ഞു. എന്താ പറയാന്ന് വെച്ചാൽ ഒന്നും എന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവനായിട്ട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവനായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവൻ പിന്നെ ദുബായിലാണല്ലോ, ദുബായ് സെറ്റിൽഡാണ്. പിന്നെ അങ്ങനെയല്ല അവർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം കല്യാണം കഴിയാത്ത മോനാണ്, എനിക്ക് 5 മക്കളുണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ കല്യാണത്തിന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ അവരുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കല്യാണം നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. അപ്പോൾ ഈ കല്യാണം നടന്ന സമയത്ത് അവരുടെ നാട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കില്ലേ നിക്കാഹ്, രണ്ടാമതൊരു നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എനിക്ക് ഉപ്പല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഉസ്താദിന്റെ ഒരു വേറൊരു ഉസ്താദിനെ വെച്ച് നമുക്ക് നിക്കാഹ് കഴിക്കാം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടും കഴിച്ചിട്ടുണ്ട് ഇതേപോലെ. അത് നമ്മുടെ മാലത്തിലെ വെച്ചിട്ട് ഒന്നല്ല, വേറെ ഏതോ പള്ളിയിൽ പോയിട്ട് നമ്മളൊരു ഉസ്താദിനെ കണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മൾ തമ്മിൽ നിക്കാഹ് കഴിക്കാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ നിക്കാഹ് കഴിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ പള്ളി മുഖാന്തരം അവരുടെ ഉമ്മ വാപ്പ ഇടപെട്ടിട്ടല്ല നിക്കാഹ് കഴിച്ചത്. ഫസ്റ്റത്തെ മാരേജ്, ഇപ്പൊ സെക്കൻഡ് മാരേജ് അങ്ങനെ കഴിക്കണവരുണ്ട്, പക്ഷെ ഇങ്ങനെയും കഴിക്കണവരും ഉണ്ട്. സിമ്പിളായിട്ട് നടത്തുന്നത്. അപ്പൊ അത് അന്നേരം പള്ളിയിലോ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു ഈ രണ്ടാമത് നിക്കാഹ് കഴിച്ച സമയത്ത്? എന്റെ പള്ളിയിലും ഞാൻ പറഞ്ഞിട്ടില്ല, അവന്റെ പള്ളിയിലും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ കഴിച്ചു കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിക്കാഹ് തന്നെ കഴിക്കണില്ല, എല്ലാവരും കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ, പക്ഷേ നിക്കാഹിന്റെ സംഭവത്തിലേക്ക് ആൾക്കാർ എത്തണില്ല. ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ അവരുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആരുടെയും സമ്മതമില്ലാണ്ട് ഇപ്പൊ ലിവിങ് ടുഗദർ ഒക്കെ എങ്ങനെയാണ്? ലിവിങ് ടുഗദർ ഒക്കെ ഇത്ര വർഷം ഒരാളുടെ കൂടെ ജീവിക്കുക, അവനക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ പിരിഞ്ഞു. അതിലിപ്പോ എന്താ കല്യാണം? അവിടെ ഒന്നുമല്ല. പക്ഷേ ഷാജിദെ പോലെ ഒരാള് ലിവിങ് ടുഗദർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പറ്റില്ല, എനിക്ക് പറ്റില്ല. അല്ല, പൊതുവേ ഞാൻ പറഞ്ഞത് അല്ല, ഷാജിദ പറഞ്ഞോണ്ട് ഞാൻ പറയാണ്. കാരണം ഇപ്പൊ ആരും കല്യാണം കഴിക്കണില്ല, ഇപ്പൊ എല്ലാവരും നോർമൽ രീതിയിലാണ് പോണോണ്ട് പറഞ്ഞതാണ്. ഷാജിദയ്ക്ക് ഇപ്പോൾ ലിവിങ് ടുഗദറിൽ ജീവിക്കാൻ പറ്റുമോ? പലരും പല കണ്ണിൽ നിന്ന് നോക്കില്ലേ? എനിക്ക് പറ്റില്ല. ഞാൻ പൊതുവെ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു കല്യാണത്തിന്റെ ഇതല്ലാന്ന്. പിന്നെ എനിക്ക് നിക്കാഹിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുള്ളൂ, ഇപ്പം ഞാൻ പറയില്ല. അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ തുറന്ന് പറയുന്നില്ല. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കല്യാണമായിരുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. പ്ലാനിങ് ഒന്നുമില്ല. ഞങ്ങൾക്ക് പ്ലാനിങ് അങ്ങനെയുള്ള കാര്യം അതൊക്കെ പൊതുവേ അവർ പറയുന്നതാണ്. എനിക്ക് ഷാജിദ, പൊതുവെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പറച്ചിലുണ്ട്, പ്ലാൻ ചെയ്ത വിവാഹമായിരുന്നു ഷാജിദ എന്ന്, രണ്ടാം വിവാഹം. അങ്ങനെ പരക്കൊരു ആരോപണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാനിങ് ഒന്നുമില്ല. പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കല്യാണം ഒന്നല്ല. എന്താ പറയാ, പരസ്പരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ഞങ്ങള് അവൻ നാട്ടിൽ വന്നു, വിളിച്ചു, സംസാരിച്ചു, കണ്ടു, അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഒരു പ്ലാനിങ് ഒന്നും ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ നാത്തൂൻ എന്ന് പറഞ്ഞ ആളുടെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇക്ക മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവക്ക് വേറൊരു അവിഹിതം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ പൊതുവെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആളായിട്ട് കല്യാണം കഴിക്കുന്നു. ആർക്കാണെങ്കിലും ഒരു സംശയം വരാം, ഇത് അദ്ദേഹമാണോ? പെട്ടെന്നല്ലല്ലോ, ഇതിപ്പോ ഇക്ക മരിച്ചിട്ട് 1 വർഷം 3 മാസം കഴിഞ്ഞില്ലേ. പക്ഷെ ഇതിനു മുമ്പും ഈ ഒരു ബന്ധമുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഒരിക്കലും ഇല്ല. ഇക്ക മരിക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, നാത്തൂൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപരാധം എന്ന് പറഞ്ഞാല് അവള് പ്രചരിപ്പിച്ചത് ഇക്ക മരിക്കുന്നതിന് മുന്നേ എനിക്ക് അവിഹിതം ഉണ്ട്, അതുകൊണ്ടാണ് അവൻ അറിഞ്ഞതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തെന്നാണ്. ഒരിക്കലും അല്ല. അങ്ങനെ അറിഞ്ഞ ഒരാളാണെങ്കിൽ ഇക്കാക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിക്കും തെളിവ് മുന്നിൽ കൊണ്ടുവരായിരുന്നു. ഒരിക്കലും ഇപ്പൊ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ,
നിങ്ങളുടെ ഭാര്യനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ സംസാരിച്ച് അതിനുള്ള തെളിവ് കാര്യങ്ങൾ പിടിച്ച് അല്ലേ. ഇപ്പൊ എൻ്റെ അവിഹിതം പിടിച്ചുകൊണ്ട് അവൻ കൈയോടെ പൊക്കിയതുകൊണ്ടാണെന്നാണ് ഇക്ക മരിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ നാട്ടില് ഇക്ക അവിടെ വർക്ക് ചെയ്യണം. അവിടെ എത്രയോ 10-60 കിലോമീറ്റർ ഡിഫറെന്റ് ഉണ്ട്. എങ്ങനെ എന്നെ കൈയോടെ അങ്ങനെ പറഞ്ഞാൽ കൈയോടെ പൊക്ക പറഞ്ഞ റൂമിൽ ഒരാളെ പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൈയോടെ പൊക്കല്ലേ എനിക്കറിയാം. കൈയോടെ വെള്ളം പൊക്കിയതിന്റെ ശേഷം അവൻ തൂങ്ങി മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതെന്നെ നോണയല്ലേ. വേണമെങ്കിൽ അത് ഇങ്ങനെയും വരാം. നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇല്ല, നേരത്തെ കണ്ടുപിടിക്കാൻ മാത്രം അതിന് അങ്ങനെ കണ്ടുപിടിച്ച ആൾക്ക് അതിൻ്റെതായ കാര്യങ്ങൾ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ ആൾക്കത് പുറത്ത് പറയാം, പുറത്ത് ആള് ചോദിക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്നാമത്തെ ഇൻസ്റ്റഗ്രാമിൽ കാര്യങ്ങൾ മെസ്സേജ് പൊതുവേ ഓരോരുത്തർ മെസ്സേജ് ചെയ്യും, ഹായ് ഹലോ അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഇവർക്ക് പറ്റാത്ത മെസ്സേജസ് ഒക്കെ കണ്ടു പറഞ്ഞാൽ ഇവര് എന്നോട് ചൂടാവാറുണ്ട്, തല്ലൂടാറുണ്ട്, എല്ലാം ഉണ്ട്. ഹസ്ബൻഡ് ഞാൻ റീൽസ് ഇടുമ്പോൾ പൊതുവേ റീൽസിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കമന്റ്സ് ഐ ലവ് യു അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ആകുമ്പോൾ പല കമന്റ്സും വരും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവൻ ഐ ലവ് യു പറയുമ്പോഴേക്കും ഞാൻ അവൻ്റെ പിന്നാലെ പോകണമെന്നില്ല. അങ്ങനെ ഇപ്പോൾ ആണുങ്ങളാകുമ്പോൾ പൊതുവെ അവർക്ക് കാണുമ്പോൾ ദേഷ്യം വരുമല്ലോ, ആ ഒരു ഇതിൽ അവർ തല്ലൂടിയിട്ടുണ്ട്. എന്നല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇക്ക എൻ്റെ അവിഹിതം പിടിച്ചിട്ട് ഇക്ക തൂങ്ങി മരിച്ചു എന്നൊന്നും എവിടെയും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് അവർ കൊണ്ടുവരട്ടെ. അങ്ങനെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ എനിക്ക് തെളിവ് കണ്ടല്ല. അങ്ങനെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ എനിക്ക് ഇക്ക മരിച്ചതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുമല്ലോ, ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതാണല്ലോ. പക്ഷെ ഞാൻ അത്രയും എൻ്റെ കോലം എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും അറിയാം. ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ എങ്ങനെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു എന്ന് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, ബാക്കിയുള്ളവർക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം. അപ്പം അതന്നെ അതിനുള്ള ഉദാഹരണം തെളിവാണല്ലോ. അങ്ങനെ ഇപ്പം എനിക്ക് ഈ ഒരു കാമുകനെ എനിക്ക് വെച്ചിട്ടാണ് പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്. ഇപ്പം മരിച്ചതിൽ എനിക്ക് ഹാപ്പിനെസ് ആണല്ലോ വേണ്ടത്, സങ്കടം വേണ്ടല്ലോ. അല്ല അത് പറയാൻ പറ്റില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അഭിനയമാണല്ലോ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ അഭിനയം അല്ലല്ലോ, എൻ്റെ അഭിനയമല്ല. എൻ്റെ അഭിനയമാണ് പറഞ്ഞാൽ അതിനുള്ള ഇപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള വേറെ ഡോക്ടേഴ്സിനെ കാണുക, അങ്ങനെയുള്ള ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഭയങ്കര സങ്കടം പിടിച്ചോണ്ട് നടന്നിട്ട് അകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു അങ്ങനെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അങ്ങനെയല്ല, അല്ല അതെന്റെ മക്കൾ സാക്ഷിയാണ്. അപ്പൊ പിന്നെ അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, മക്കളെ മൂത്ത മോനെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പുറത്ത് പറയാതിരിക്കാനായിട്ട്, ഭർത്താവിനോട് പറയാതിരിക്കാനായിട്ട് അവനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ മക്കളെ ഞാൻ തല്ലും, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേട്ടില്ലേ ഞാൻ തല്ലും, ബാക്കിയുള്ളത് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് പൊതുവെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സുകളായിട്ടൊക്കെ കമ്പനി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് വരലും കാര്യങ്ങളും എൻ്റെ ഇക്കാനായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വിളിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും. ഇപ്പം എൻ്റെ മകനെ അതിന് വേണ്ടിയിട്ട് ഞാൻ തല്ലിയിട്ട് അവനെ ഇതാക്കേണ്ട ആവശ്യമില്ല. അല്ല മകനെ അതിനു വേണ്ടി തല്ലിയെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ഈ അവിഹിതം മോൻ അറിയാം. ഒരിക്കലല്ല, വേണമെങ്കിൽ മോനായിട്ട് സംസാരിക്കാലോ, അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് അവനോട് ചോദിക്കാലോ. ഒരിക്കലും ഞാൻ അവനെ അതിന് വേണ്ടി തല്ലി ഇതാക്കിയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നാത്തൂനാണ്. അവള് ഈ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ ഒരിക്കൽ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മോന്. വിരുന്ന് പോയ ടൈമിൽ എൻ്റെ മോനോട് ചോദിച്ചിരിക്കുകയാണ്, നിന്റെ ഉമ്മ രാത്രി ആർക്കെങ്കിലും വിളിക്കാറുണ്ടോ, ആരിനായിട്ടും സംസാരിക്കാറുണ്ടോ എന്ന് ഇവള് ചോദിച്ചിട്ടുണ്ട് മോനായിട്ട്. അങ്ങനെ ഇപ്പം ഇവനായിട്ട് കുത്തി ചോദിക്കുമ്പോൾ കുട്ടിക്ക് അറിയാം എന്തായാലും നമ്മൾ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരനായിട്ടൊക്കെ നമ്മൾ കോൺഫറൻസ് കോളും അല്ലാത്ത കോളും സംസാരിക്കലും ഇവനിക്കറിയാം. അപ്പം ഇവൻ എന്ത് പറഞ്ഞു, ആ അമ്മ വിളിക്കാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഗൾഫിലത്തെ ആൾക്കാരും ചെക്കന്മാരും നാട്ടിലത്തെ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 10-11 മണിക്കൊക്കെ ആയിരിക്കും കോൺഫറൻസ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ഈ കുട്ടികൾ കാണാറുണ്ട്, വീഡിയോ കോളിലൂടെ അവരിനൊക്കെ കാണാറുണ്ട്. അപ്പം മോൻ പറഞ്ഞു ആ വിളിക്കാറുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ. അതിനാണ് ഇവള് പറഞ്ഞുണ്ടാക്കിയത്, ഞാൻ അത് പറയാണ്ടിരിക്കാൻ മോനെ ഞാൻ തല്ലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. ആ മോനെ ഞങ്ങളോട് പറഞ്ഞു. ഇത് വിളിച്ചത് എപ്പോഴായിരുന്നു? ഏത്? ഈ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ്? ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ എൻ്റെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ വരലുണ്ട്, സംസാരിക്കലുണ്ട്. എൻ്റെ ഹസ്ബൻഡ് തന്നെ അവരിനായിട്ട് വിളിക്കലുണ്ട്. ഈ മരിച്ചതിന് ശേഷം അവരൊക്കെ വിളിക്കും കാര്യങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് തന്നെ. അതിലിപ്പോൾ കാമുകന്മാരാണ് ബാക്കിയുള്ളതാണെന്ന് പറയണവർ അവർ പറഞ്ഞ് തെമ്മാടിത്തരം പറയാന്നല്ലാണ്ട് നമുക്ക് അതിലൊരു ബന്ധമില്ല. അപ്പം എപ്പോഴും എനിക്ക് ആൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്, പെൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോഴും വിളിക്കലും സംസാരിക്കലും എല്ലാം ഉണ്ട്. എൻ്റെ ഇക്ക മരിച്ചപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
ഇപ്പം ഈ പറയും പോലെ ഒരു നാത്തൂനാണോ പ്രശ്നമുള്ളൂ? ഒരു നാത്തൂന് തന്നെ പ്രശ്നമുള്ളൂ. 2 ആളാണ്. അതിലത്തെ മൂത്തൊരു പെങ്ങളുണ്ട്. അത് നല്ല സപ്പോർട്ടായിരുന്നു. ഇക്കാനായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇഷ്ടമാണ്. ഇക്ക എന്തുണ്ടെങ്കിലും ആ പെങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പം ഇക്ക വരുന്ന ടൈമിൽ ട്രെയിൻ ഇറങ്ങിയിട്ടൊക്കെ അവിടെ വരികയാണ് പറഞ്ഞാൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് ആ താത്താക്ക് പണി. അവർക്ക് 4 പെൺകുട്ടികളാണ്. ഭർത്താവ് കുറച്ച് മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക ഒക്കെ വരുന്ന ടൈമിലും ഉള്ള പൈസ കൊടുക്കലും കാര്യങ്ങളും നമ്മൾ പോവലും കാണലും ഒക്കെ ഉണ്ട്. ആ നാത്തൂന് എന്നെ ഒരപരാധം പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ നാത്തൂനിക്കാണ് കുറച്ച് ഇത് കൂടുതൽ. ഈ നാത്തൂനാണ് മൊത്തത്തിൽ അവൾക്ക് ഫസ്റ്റ് മുതലേ ഉള്ള പ്രശ്നം. അവൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വരുമായിരുന്നു. പഴയ ആ ഒരു പണ്ട് മുതലേ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞതിന് മുതലേ ഇവള് എനിക്ക് പാര വെച്ചവളാണ്. അപ്പൊ അന്ന് മുതലേ എനിക്ക് കാമുകന്മാരനെ ഉണ്ടാക്കലാണ് ഇവളുടെ പണി. എത്ര കാമുകന്മാരുണ്ടായിട്ടുണ്ട്? കൊറേ കാമുകന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ഗർഭം കൂടെ ഉണ്ടാക്കി തന്നാണോ? അതിന്റെ കൂടെ ഇപ്പൊ ഒരു ഗർഭം ഉണ്ടാക്കി. അതും ഭർത്താവ് മരിച്ചതിന്റെ ശേഷമുള്ള ഗർഭം. എനിക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 5 എൻ്റെ ഇക്കാന്റെ മക്കളാണ്. എന്നെ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് കാണാൻ എനിക്കിപ്പോൾ ഏത് ഡോക്ടറിന് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ആ ഗർഭം ഉണ്ടായിട്ടുണ്ടോ, എൻ്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അറിയുമല്ലോ. ഞാൻ റെഡിയാണ്, അതിന് ഞാൻ റെഡിയാണ്. എനിക്ക് പേടിയില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ എന്തിനു പേടിക്കണം? അപ്പോൾ അവൾക്ക് എന്താണ് അസൂയ എന്ന് വെച്ചാൽ, ഇക്ക മരിക്കുന്നതിന് മുന്നും എന്നെ നല്ല രീതിയിലാണ് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല ഡ്രസ്സ് കാര്യങ്ങൾ, എൻ്റെ മക്കളിൽ നല്ല സ്നേഹത്തിലാണ്. അപ്പോഴും അവൾക്ക് അസൂയാണ്. ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ തളർന്നിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകണ്ടല്ലോ, അത് അവൾക്ക് പറ്റുന്നില്ല. അത് കാണുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഇതാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് നുണ പറഞ്ഞു, അവളുടെ ഏട്ടന്മാരെ കുറിച്ച്, മൂത്ത ആങ്ങളാരെ കുറിച്ചിട്ട്. അവൾക്ക് എന്തറിഞ്ഞിട്ട് അവൾ സംസാരിക്കുന്നത്? അവർ കടയിട്ടതും ബാക്കിയുള്ളതും ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ പെങ്ങന്മാർക്കൊന്നും അറിയില്ല കടയിട്ടതും ബാക്കിയുള്ളതും. മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, അല്ലാണ്ട് അവർ ഇതിൽ ഇൻക്ലൂഡ് അല്ല. അവർ ഈ കാര്യത്തിലേ അറിയില്ല, അവർക്ക് ഈ കാര്യമേ അറിയില്ല. പിന്നെ എങ്ങനെ അവൾ ഞാൻ പറഞ്ഞൊക്കെ നുണയെന്ന് പറയാം? ഇൻ്റർവ്യൂവിൽ ഞാൻ ഏട്ടന്മാരെ കുറിച്ച് പറഞ്ഞൊക്കെ നുണയെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ അവൾക്കറിയാം? അനുഭവിച്ച എനിക്കല്ല അറിയുള്ളൂ. ഞങ്ങളാണല്ലോ എൻ്റെ സ്വർണ്ണവും കാര്യങ്ങളും വെച്ചിട്ടാണല്ലോ ഈ സംഭവം തുടങ്ങിയത്. പിന്നെ എങ്ങനെ അവളുടെ ആങ്ങളെ ബാക്കിയുള്ളത് കൊണ്ടുവന്നിട്ട് ഇതാക്കുക? അങ്ങനെയൊക്കെയാണ് അവള് പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യങ്ങൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാനായിട്ട്, അത് ശരിക്കും പറഞ്ഞ എന്താ അതിന്റെ ഒരു കാരണം? കാരണം പറഞ്ഞ വേറെ ഒന്നുമല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ഇടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളൂ. ഞാൻ എന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് പറയല്. കാരണം ഞാൻ യൂട്യൂബിലുള്ളതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഫുൾ ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലൂടെയാണ്. എന്റെ വീഡിയോസ് കാര്യങ്ങളാണ്, അല്ലാണ്ട് ഇവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ആര് പറഞ്ഞാലും ആ സാധനം എടുത്ത് അതിന് വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും ഇതുണ്ട്. അപ്പോൾ ആ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേനും ആ രണ്ടുപേരിപ്പോൾ ഷാജിദ ആണെങ്കിലും അതിനെതിരെ റിയാക്ട് ചെയ്യാനോ അവർ തെറി പറയാനോ ഒന്നും ഒരു കാര്യമില്ല. ഉണ്ടോ? ഷാജിദ ആണെങ്കിലും അതിനെതിരെ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്ത പോലെയല്ല. ഒരു ഗർഭമൊക്കെ ഒരു പെണ്ണിനെ ഉണ്ടാക്കും പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്ത് പോവില്ല. അതിനെതിരെ കേസ് കൊടുക്കണം. കേസ് കൊടുക്കാൻ ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അവള് സാക്ഷികളും ബാക്കിയുള്ളതും കൂടി കൊണ്ടുവരട്ടെ. അല്ല, അത് ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇട്ട ആൾക്കാരുടെ ഒക്കെ ചാനലുകൾ വാച്ചിങ് ആണ്. അല്ല, ചാനലുകാരല്ലോ ഇത് പറഞ്ഞേക്കണത്. അല്ല, ഇത് ചാനലിലാണല്ലോ അവളുടെ വോയിസ് ഇട്ടിരിക്കുന്നത്, അല്ലാണ്ട് അവള് നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ഒരു സെഫീന ബീവി അവരുടെ ഗ്രൂപ്പിലാണ് ഈ വോയിസ് ഇട്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പിലത്തെ ഒരു പെണ്ണാണ് എടുത്തിട്ട് ഈ ചാനലിൽ ഇട്ടത്. അപ്പൊ ചാനലുകാരനാണല്ലോ പൊതുവെ ഇതാക്കുക. ഏത് ചാനലിലാണോ ഇട്ടിരിക്കുന്നത്, ആ വോയിസ് ഏത് ചാനലിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ ചാനലുകാരനാണ് സൈബർ സെല്ല് ഇതാക്കുക കൊടുത്തിരിക്കുന്നത്. ഏത് സ്റ്റേഷനിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്? അതൊന്നും ഞാൻ പറയില്ല. അതൊന്നും ഞാൻ പുറത്ത് പറയേണ്ട സംഭവമല്ല. അതൊക്കെ നമ്മളുടെ ഉള്ളിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. പുറത്ത് കേസ് കൊടുത്തിട്ടുണ്ട്? ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര നാളായി കൊടുത്തിട്ട്? ഇപ്പോ റീസെന്റ് ആയിട്ടുള്ളൂ. കുറച്ചായിട്ടുള്ളൂ കൊടുത്തിട്ട്. ഇപ്പൊ ഇത് വന്നതിന് ശേഷം, ഇവര് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോ ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിന് മുമ്പ് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ കുറേ കാശൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഈ കാശൊക്കെ കിട്ടിയ ആ കാശ് കൂട്ടി വെച്ചിട്ട് പഠിച്ചു പൊളിച്ചുള്ളൊരു ജീവിതം,
ആർഭാട ജീവിതം, ധൂർത്തടിച്ച ജീവിതം, പിന്നെ ഭയങ്കരമാണ് ഉള്ളൊരു ജീവിത ജീവിക്കണേന്ന് പറഞ്ഞു. എന്താ ആർഭാടാണ്? ഡ്രസ്സ് കീറിയ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റുമോ? നല്ല ഡ്രസ്സുകൾ ഞാനല്ല പറഞ്ഞത്, സോഷ്യൽ മീഡിയ പറയണ. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് വന്ന പൈസ എന്ന് പറഞ്ഞാൽ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആകെ വന്നത് 50,000 രൂപയാണ് എനിക്ക് വന്നത്. അതിന് ഞാൻ 20,000 ചേർത്തിട്ടാണ് ഞാൻ ജൂബിലി മിഷനിൽ പോയിട്ട് സർജറി ചെയ്തത്. പിന്നെ അടിച്ചു പൊളിക്കണം, ദൂർത്തടിക്കണം പറഞ്ഞാൽ എനിക്ക് മാസം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്. എനിക്ക് അതിനനുസരിച്ച് എനിക്ക് ഡ്രസ്സ് എടുക്കുന്നതിനനുസരിച്ച് എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം. നല്ല രീതിയിൽ സമൂഹത്തിലെ ഓരോ ആൾക്കാർ എങ്ങനെ നടക്കണം അതുപോലെ ഞാൻ സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കീറിയതും മാറിയതും ഇട്ട് നടക്കണം, ബാക്കിയുള്ളതും ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാണ്ട് എന്താ പറയുക ചമ്മന്തി കഞ്ഞി എൻ്റെ മക്കൾക്ക് കാണിച്ചിട്ടും കണ്ണീര് ഒലിപ്പിച്ചിട്ടും എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ നിനക്ക് പണിക്ക് പോയിക്കൂടെ ചോദിക്കും. എൻ്റെ പണി ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ചെയ്യണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇതാ ഈ വീഡിയോസ് എടുക്കണു, നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്യണു. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബിലുള്ള പണി ഞാൻ ചെയ്യണു, ഞാൻ വരുമാനം ഉണ്ടാക്കണു. അതിലൊരാൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ല, ഇതിപ്പോ അസൂയപ്പെടുകയല്ല അവര് പറയണ. അവര് പറയണ അല്ല, അവര് പറയണ അസൂയപ്പെടുകയല്ല. പണ്ട് ഇതുപോലെ അല്ല നടന്നത്. ഏത് പണ്ട്? പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ദൂർത്തടിച്ച് നടക്കാൻ പറ്റുമോ? ഭർത്താവ് മരിച്ച ആ ഒരു ഇതിലല്ല നടക്കുക. ദൂർത്തടിച്ച് നടന്നല്ല പറഞ്ഞു. ഭർത്താവ് മരിച്ചതിന് ശേഷം വലിയ കുഴപ്പമില്ലാതെ നടന്നു. അത്ര വലിയ ഇതില്ലായിരുന്നു, വലിയ ആർഭാടം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെയല്ലേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പണിക്ക് പോയിരുന്നു 4 മാസം ഞാൻ വർക്കിന് പോയിരുന്നു. ആ ടൈമിൽ എനിക്ക് ആർഭാടം കാണിക്കാനോ വേറുള്ളത് കാണിക്കാനോ ടൈമില്ല. എൻ്റെ മക്കളുടെ പിന്നാലെ ബാക്കിയുള്ളതിൻ്റെ പിന്നാലെ നടക്കലായിരുന്നു എൻ്റെ പണി. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഫാഷൻ ഷോ നടത്തലല്ല എൻ്റെ പണി. അങ്ങനെയായിരുന്നു. 4-5 മാസം ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ഇക്ക മരിച്ച് 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഞാൻ വർക്കിന് ഇറങ്ങി. അങ്ങനെ 4-5 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിലത്തെ വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിച്ചത്. ഇപ്പൊ കിട്ടുന്നതാണ് എനിക്ക് സോഷ്യൽ മീഡിയയിലെ വരുമാനം. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ 50,000 രൂപ മാത്രമാണ് ഈ ചികിത്സാ ചെലവിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവര് പറയുന്ന ലക്ഷങ്ങൾ, എന്ത് ലക്ഷങ്ങൾ വന്നു? ഇപ്പൊ കമന്റ് ഇടുന്നവരേ അല്ല എനിക്ക് പൈസ അയച്ചു തന്നിരിക്കുന്നത്. അല്ലാത്ത ആൾക്കാർ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നതില് കമന്റ് ഇടാത്തവര് ആൾക്കാര് വന്നിട്ട് എനിക്ക് സഹായിക്കുന്നവരാണ്. കമന്റ് ഇടുന്നവർ വെറും മോശം കമന്റുകളും അല്ലെങ്കിൽ ദൂർത്തടിക്കണോ അങ്ങനെ ഇങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് അതിനെ സാധിക്കുള്ളൂ, അല്ലാണ്ട് അവർക്ക് സഹായിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ മാത്രമല്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പെൺകുട്ടി ഉണ്ട്, മഷൂറ പറഞ്ഞിട്ടൊരു പെൺകുട്ടി. ഭർത്താവ് മരിച്ചതാണ്, ഇതേപോലെ തൂങ്ങി മരിച്ചതാണ്. അവളുടെ ഹസ്ബൻഡ് ഇതേപോലെ വേറൊരു പെണ്ണിന്റെ കൂടെ പോയി. പെണ്ണിന്റെ കൂടെ പോയതിന് ശേഷം ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ അയാൾ തൂങ്ങി മരിച്ചു. അതിലൊരു 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അവൾ റബ്ബർ പാലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവൾ ജീവിക്കുന്നത്. അവളെ ഇതേപോലെ ഒരു വീട് കെട്ടിയിട്ടുണ്ട്. അവൾക്ക് അവളുടെ വീട്ടുകാർ സഹായിച്ചിട്ട് വീട് കെട്ടി. അതിൽ അവളുടെ അക്കൗണ്ട് നമ്പർ ബാക്കിയുള്ളത് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് വീടിന് വേണ്ട സഹായം അവൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെയാണ് പറഞ്ഞാൽ അവളുടെ വീട് എപ്പോഴും അവളെ കയറ്റി അവൾ ഇരുന്നിട്ടുണ്ടാവില്ലേ? ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു 3 സെന്റ് സ്ഥലം ഉടനെ മേടിക്കുക, ഒരു വീട് കയറ്റാം. അത്രയും ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ ചെയ്യുക ഫസ്റ്റ്. അല്ലാണ്ട് ഞാൻ പല ലക്ഷങ്ങൾ കൊണ്ട് ദൂർത്തടിക്കാൻ നിൽക്കില്ല. ഈ പറയുന്ന മഷൂറായിട്ടും ഷാജിദയ്ക്ക് ഒരു പ്രശ്നങ്ങൾ? മഷൂറായിട്ട് പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, പൊതുവെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ എൻ്റെ കല്യാണം നിക്കാഹ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അവളൊരു വീഡിയോ ഇട്ടു. അവളെ വെറുതെ പറയുകയാണ്, അവളുടെ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല. അവൾക്ക് ഞാൻ ഈ ചെയിന് മാത്രം, ലോക്കറ്റ് ഉണ്ടായിരുന്നില്ല, ചെയിന് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലോക്കറ്റ് പിന്നെയാണ് വന്നത്. അപ്പോൾ ഇവള് പറഞ്ഞു അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരു വീഡിയോ ഇട്ടു. അതിന് താഴെ ഞാൻ കുറേ കമൻസ് ഇട്ടു. നിനക്ക് നിന്റെ വീഡിയോ ചെയ്താൽ പോരെ, നിന്റെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് ഇട്ടതിൻ്റെ ശേഷം അവൾ എനിക്ക് വിളിച്ചു, കോൾ ചെയ്തിട്ട് അവള് ഷാജിദ ഞാൻ അങ്ങനെയാണ് അറിയാണ്ട് പറഞ്ഞു പോയതാണ്, അതാണ് ഇതാണ് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് അറിയാത്ത കാര്യങ്ങൾ നീ പറയാൻ പാടില്ലായിരുന്നല്ലോ, നീ എന്തിനാ നിന്റെ വീഡിയോയിൽ നിന്റെ മക്കളിൽ നിന്നെയും കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് പ്രഷർ തുടങ്ങി. നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെയാണ്, അങ്ങനെ എങ്ങനെ കൊണ്ട് ഇവള് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി എൻ്റെ അടുത്ത്. ഷൗട്ട് ചെയ്തതിന് നേരെ തിരിച്ച് ഞാൻ ഷൗട്ട് ചെയ്തു. നീ ഓവറായിട്ട് സംസാരിക്കണ്ട, നീ ഓവറായിട്ട് എൻ്റെ വീഡിയോസ് ഇനി നീ ഇട്ടുകയാണെങ്കിൽ ഞാൻ നിന്റെ ചാനലിൽ ഞാൻ റിപ്പോർട്ട് അടിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സത്യം തന്നെ പറഞ്ഞത്. 10-50 ആൾ റിപ്പോർട്ട് അടിച്ച് നിന്റെ ചാനലിൽ പോയി കിട്ടും, നീ വല്ലാണ്ട് തുള്ളണ്ടാന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അതിനുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്, അവൾ സംസാരിച്ചുള്ള റെക്കോർഡ്. എന്നിട്ട് അവൾ ഉടനെ തന്നെ എൻ്റെ കോള് കട്ടാക്കി ഉടനെ തന്നെ അവൾ വീണ്ടും വന്നു, വീഡിയോ ആയിട്ട് വന്നു. ഷാജിദ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊക്കെ വന്നു. അവൾ എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞിട്ട് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് അഹങ്കാരം കൂടുതലാണ്, മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചത് ഇപ്പോൾ വേറെ ഒരാൾക്ക് അറിയില്ലല്ലോ,
ഇവിടെ വന്ന് വീഡിയോ ഇടുന്നത് മാത്രം. എനിക്ക് പിന്നെ എൻ്റെ ചാനലിൽ മറ്റൊരാളിനെ കുറിച്ച് പറയണത് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. വേറൊരു റിയാക്ഷനായിട്ടൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ മഷൂറിൻ്റെ ആയിക്കോട്ടെ, വേറെ കുറേ വീഡിയോസുകൾ ചെയ്യണ പോലെ തന്നെ എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. ഞാനത് ചെയ്യാറില്ല. ഇതുവരെയായിട്ടും ഷാജിദ മറ്റൊരാളെ കുറിച്ച് പറയാ പറഞ്ഞാൽ എന്നെ കുറിച്ച് പറയുന്നതിന് ഞാൻ മറുപടി കൊടുക്കും. അല്ലാണ്ട് എൻ്റെ ചാനലിൽ അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അല്ല, പക്ഷേ ഷാജിദയുടെ ചാനലിൽ തന്നെയല്ലേ വീട്ടുകാരെ കുറിച്ചുള്ള ആരോപണങ്ങളും വന്നത്? ഏത് വീട്ടുകാരനെ കുറിച്ച്? മറ്റേ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്. അത് ഞാൻ എൻ്റെ കുടുംബമല്ലേ പറഞ്ഞത്. അത് എൻ്റെ അല്ല, ഇപ്പൊ ഷാജിദ പറഞ്ഞത് എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ മാത്രം പറയണുള്ളൂ. അല്ല, എൻ്റെ കുടുംബം പെടുമല്ലോ, എൻ്റെ ഇക്കാൻ്റെ ആൾക്കാർ പെടുമല്ലോ. അത് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ ആൻസർ ചെയ്തത്. ഷാജിദ പറഞ്ഞതും അങ്ങനെയാണ്. അല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് മഴവിൽ കേരളത്തിലായാലും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതകഥ പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇക്കാന്റെ പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എൻ്റെ ഇക്കാനെ കുറിച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞു. അതൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ കഥകൾ എൻ്റെ ഇക്കാന്റെയും എൻ്റെ കുടുംബ കഥകളൊക്കെ ഞാൻ വരും. അത് ഉറപ്പായിട്ടും വരുന്നതാണല്ലോ. അല്ലാണ്ട് യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാജിദ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംസാരം ഉണ്ടായി. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെ ഷാജിദനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാജിദ ഓരോരുത്തരുടെയും പേരെടുത്ത് ഷാജിദ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് ശേഷം അത് പറയാൻ കാരണമുണ്ട്. കാരണം എന്നെ ഇപ്പോൾ സഫീന ബീവി ആണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് സംസാരിച്ചത്. സഫീന ബീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ഇന്ന യൂട്യൂബറാണ്, ഇന്ന യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അവരുടെ കുറിച്ചൊരു വീഡിയോ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഷാജിദയുടെ വീഡിയോ ആദ്യകാലങ്ങളിലുള്ള വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടാണ് ഷാജിദേനെ 4 ആൾ അറിയാൻ തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ ആരും എടുത്ത് ചെയ്തിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്ന ഇറ്റ്മി ഗൈസ് മാത്രമാണ് എൻ്റെ വീഡിയോ എടുത്ത് ചെയ്തിരിക്കുന്നത്. ഒരാളെ ചെയ്തിട്ടുള്ളൂ. അതിന് അവനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവൻ്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഞാൻ നല്ലതന്നെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ എനിക്ക് തിരിച്ച് വേറെ എതിരുള്ള ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ ചെയ്തപ്പോഴാണ് ഞാൻ അവനെ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞത്. അല്ലാണ്ട് ആരിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഷാജിദ ഈ അവരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴാണോ ഷാജിദ അഹങ്കാരിയായി മാറുന്നത്? അതെനിക്കറിയില്ല. അത് അവർക്ക് തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ പൊതുവെ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള കേസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ആരായാലും പ്രതികരിക്കില്ലേ? ഒരു ഗർഭമൊക്കെ ഒരു പെൺകുട്ടിക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെയായാലും വേറുള്ളത് എന്തോ ആയിക്കോട്ടെ, ഞാൻ അഹങ്കാരിയാണ്, ബാക്കിയുള്ളതാണ്, ദൂർത്തടിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അല്ലാത്ത പക്ഷം ഇപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കേസുകളാണല്ലോ. അത് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ എതിർത്ത് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ അത് സത്യമായി പോകും. ഞാൻ ഈ സംഭവം മിണ്ടാതിരുന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് അവർ വിചാരിക്കും. പക്ഷെ അത് സത്യമല്ല എന്ന് എനിക്ക് തെളിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും വേറൊരു എൻ്റെ വീഡിയോയിൽ സംസാരിക്കുമ്പോഴും എൻ്റെ ടോക്ക് ഇങ്ങനെയാണ്, ഞാൻ സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും അവൾക്ക് അഹങ്കാരം കൂടുതലാണ്, അവളുടെ ആറ്റിറ്റ്യൂഡ് അവൾക്ക് കൂടുതലാണ് എന്നൊക്കെ അവർ സ്വാഭാവികമായിട്ട് വിചാരിക്കും. ഇപ്പോൾ ഷാജിദ പൊതുവെ ഈ 5 മക്കളെയും കാണിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ വഴി പണം സമ്പാദിക്കുന്നതെന്നൊരു ആരോപണം. സോഷ്യൽ മീഡിയയിൽ എന്ത് പണം എനിക്ക് കിട്ടുന്നത്? ഞാൻ എൻ്റെ വീഡിയോ ചെയ്യണു, അതിനുള്ള പേയ്മെന്റ് എനിക്ക് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വ്യൂസ് ആയിട്ടുണ്ട്. അതിനുള്ള വരുമാനം നിങ്ങൾക്കല്ലേ കിട്ടുന്നത്? നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടോ? നിങ്ങൾക്ക് കൊണ്ടേ തരുന്നല്ല. ഷാജിദയുടെ ചാനലിൽ ചെയ്യുന്നത്, ഷാജിദയുടെ ചാനലിൽ ചെയ്യുന്നത് ഈ മക്കളെ കാണിച്ചിട്ട്, മക്കളല്ല പിന്നെ എന്റെ മക്കളെല്ലാം എനിക്ക് കാണിക്കാൻ പറ്റും. മക്കളെ കാണിച്ചിട്ട് ബാക്കിയുള്ളവരായി എനിക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ അക്കൗണ്ടിലേക്ക് കുറെ പൈസയൊക്കെ വന്നില്ലേ? ഇല്ല അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത് മക്കളെ കാണിച്ചിട്ടോ? മക്കളില്ല, എനിക്ക് എനിക്ക് 5 മക്കളുണ്ടെന്ന് പറയുന്നത് എനിക്ക് ഉണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഈ മക്കൾക്ക് സഹായിക്കുന്ന ഞാൻ ഒരിക്കലും ഏത് ചാനലിലും പറഞ്ഞിട്ടില്ല. എനിക്ക് 5 മക്കളാണുള്ളത്, എനിക്ക് 5 മക്കളുണ്ട്, എനിക്ക് ഇന്ന അസുഖമാണ്. അത് ആ അസുഖത്തിന്റെ വീഡിയോ ചെയ്യണേല് ഞാൻ 5 മക്കളെ കാണിക്കണില്ല. ഞാൻ എൻ്റെ മോനെ മാത്രം, എൻ്റെ 2ാമത്തെ മോനെ മാത്രം കൂടെ നിർത്തിയിട്ട് എനിക്ക് ഇതേപോലെ എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വിളിച്ച് പറഞ്ഞതാണ്, ഷാജി നീ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യ്, ഞങ്ങളെല്ലാവരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്, ആ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് എനിക്ക് ഒരാളുടെ അടുത്ത് കൈ നീട്ടിയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളെ
പറ്റണമെന്ന് ഒരാവശ്യമില്ല, ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും ബാക്കിയുള്ളത് ഇട്ടത് ഓരോരുത്തർ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്ര സഹായിക്കാമെന്ന്, എനിക്കിങ്ങനെ എത്തി മക്കൾ എന്നുള്ളൊരു പേരുണ്ട്. കാരണം ഉപ്പ മരിച്ചത് പറഞ്ഞാൽ എത്തി മക്കൾ, ആ എത്തി മക്കൾക്ക് ഞങ്ങൾ ഇന്നത് പൈസ അയക്കാമെന്ന് നേർച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു തരുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരാളുടെ അടുത്തും എൻ്റെ ഈ 5 മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണമെന്ന് ഞാൻ ഒരാളുടെ അടുത്തും കെഞ്ചിയിട്ടില്ല. ഇല്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു ആരോപണം വരുന്നുണ്ട്. ആരോപണം പലതും വരുന്നുണ്ടല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് പുതിയ ആരോപണങ്ങളാണല്ലോ വരുന്നത്. ഒരു മിനിറ്റ് മോനെ ഈ ചേട്ടൻ്റെ അടുത്തേക്ക് വെക്കോ, ഇങ്ങോട്ട് വെക്കോ. ആരോപണം എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാലോ. നാത്തൂൻ്റെ ഒരു ആരോപണം വരുന്നുണ്ട്, ഷാജിദ വെറും പിഴയാണെന്നുള്ള രീതിയിലുള്ള സംസാരം. അത് അവരിതിന്റെ കൂടെ പറഞ്ഞതാണല്ലോ. അതിന്റെ കൂടെ പറയുന്നുണ്ട്. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഞാൻ അതിനിപ്പോ പിഴയാണെന്ന് തെളിയിക്കാൻ അവളുടെ വല്ല തെളിവുണ്ടെങ്കിൽ അവൾ കൊണ്ടിരട്ടെ. പിഴയാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുകൾ അവളുടെ ഭാഗത്ത് വേണമല്ലോ. ആ തെളിവുകൾ കൊണ്ടിരട്ടെ പിഴയാണെന്നുള്ളതിന്. പിഴയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ട എന്താ പറയാ, പൊതുവെ പിഴയ്ക്ക് എന്താ പറയാ, പല ആണുങ്ങളുടെ കൂടെ കറങ്ങിയിട്ടും ബാക്കിയുള്ളതും അല്ലെങ്കിൽ പല സ്ഥലത്ത് വെച്ചും പിടിച്ചിട്ടൊക്കെ ഉള്ളതാണ് പിഴ എന്ന് പറയാം. ആ ഒരു സംഭവം ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൈയോടെ പൊക്കിയിട്ടുണ്ടോ എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ പറഞ്ഞതിന് ഓക്കെ. അല്ലാണ്ട് ഒരു പെണ്ണിന് പിഴ എന്ന് പറയാം. അത് ഇവളുടെ മകളിനെ കുറിച്ച് ഞാൻ പറയാം. ഇവളുടെ മകള് ഇപ്പൊ ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നൊന്നും ഒരാളുടെ കൂടെ ഇതാക്കുക കറങ്ങാനോ നിന്നിട്ടില്ല. പക്ഷെ ഇവളുടെ മകള് കല്യാണം കഴിയുന്നതിന് മുന്നേ ഇവൾക്ക് എന്നോട് പ്രഷർ കൂടാൻ കാരണം ഇതാണ് മെയിൻ. അവളുടെ മകളുടെ കാര്യമാണ്. അവളുടെ മകൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹിച്ച് ചെക്കനായിട്ട് കെട്ടിച്ചു കൊടുക്കാണ്ട് അവർ തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. നമ്മുടെ നാട്ടിലുള്ള ചെക്കൻ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ വഴി പരിചയപ്പെട്ടു. 5-6 മാസം ഇവള് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇവൾക്ക് അറിയില്ല. പിന്നീട് ഇവൾക്ക് 3 പെൺകുട്ടികളാണ്. അങ്ങനെ രണ്ടാമത്തെ മോള് ഇവരുടെ ഫോൺ പിടിച്ചപ്പോഴാണ് ഇവരുടെ ചാറ്റിംഗ് ഫുള്ള് ലിസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അളിയനായിട്ട് സംസാരിച്ച് അളിയൻ പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് റൂമിലിട്ട് അടയ്ക്കലും തല്ലലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഇതെല്ലാ പ്രശ്നങ്ങളും എല്ലാ കുടുംബത്തിലും അറിഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടീനെ ഒരിക്കൽ ഞങ്ങൾ ഒന്നാമതിൽ ഇക്കുള്ള ടൈമിൽ തന്നെ നാട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടീനെ രണ്ടാമത്തെ ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു കണ്ടു. അപ്പം ഞാൻ ആ താത്താൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സംഭവം, ക്ലാസ്സുള്ള ടൈമിൽ ഇവളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഷാജി ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവളുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്തൊരു താത്താൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ ടൈമിൽ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു അമ്മായിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഞാൻ ഇന്ന അയാളായിട്ട് സ്നേഹിച്ചിരിക്കുകയാണ്, ഉമ്മ സമ്മതിക്കണില്ല, ഉപ്പ സമ്മതിക്കണില്ല, ഭയങ്കര പ്രശ്നമാണ്, എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവൾക്ക് 18 വയസ്സ് തികയാൻ എന്തോ ഒരു ഡേറ്റ്, കുറച്ച് മാസങ്ങൾ എന്തോ ഉണ്ട്. ഈ മാസം കഴിഞ്ഞാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കുട്ടി പറഞ്ഞു. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവർ തീരുമാനിച്ചത് ഒളിച്ചോടാനുള്ള തീരുമാനമായിരിക്കും, രജിസ്റ്റർ വിവാഹം അങ്ങനെയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടി വല്ല ആത്മഹത്യക്കുള്ള ശ്രമമായിരിക്കും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു വീട്ടുകാരോട് സമ്മതിപ്പിക്കുക പറഞ്ഞിട്ട്, അമ്മായിക്ക് അറിയില്ല ഞങ്ങൾ. അപ്പോൾ ഇവരെല്ലാ ഭാഗത്തും എറണാകുളം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ കുട്ടി കോളേജിൽ വരുന്ന ടൈമിൽ ഇവൻ വന്ന് വിളിച്ചിട്ട് പോലും കറങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ പാലക്കാട് വെച്ചിട്ട് ഇവർ രണ്ടാളും കൂടി ഓട്ടോറിക്ഷയിൽ ഇരിക്കും. പിന്നെ ഓട്ടോ ഡ്രൈവറൊക്കെയാണ്, ഓട്ടോ കാർ ഇങ്ങനത്തെ ഡ്രൈവറാണ്. അപ്പോൾ ഈ കുട്ടീനെയും ഇവനെയും കൂടി കണ്ടിട്ട് പിടിച്ചു, പോലീസുകാർ പിടിച്ചു. എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ വീട്ടിലത്തെ ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ കൂടിയിട്ടാണ് ഇവരിനെ ഇറക്കിയത്. അങ്ങനെ 2-3 പ്രാവശ്യം ഇവനെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇവളുടെ മകളാണ് പിഴ, ഞാനാണോ പിഴ? ഇവളുടെ മകളാണ് ഇങ്ങനെ കറങ്ങിയതും ബാക്കിയുള്ളതും അവനായിട്ട് കറങ്ങിയതൊക്കെ. എന്നിട്ട് ഇവള് ഇത് അറിഞ്ഞിട്ടും ഇവനെ പിടിച്ച് കെട്ടിക്കില്ല എന്ന് പറഞ്ഞു. കാരണം കൊട്ടക്കുന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്, ആ സ്ഥലം അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ ആ ചെക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അവർക്ക് ഇതല്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു ഇവള്. കഴിപ്പിച്ചു കൊടുക്കില്ല. ഇവൾക്ക് അതിൻ്റെ ശേഷം വക്കീൽ, എഞ്ചിനീയറിങ്, ഡോക്ടർ ഇങ്ങനെയുള്ള അവൾക്ക് വലിയ ആൾക്കാരനായിട്ടാണ് ഇവൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ കാരണം നാത്തൂന് മോളിൽ അങ്ങനെ കെട്ടിക്കുള്ളൂ എന്നുള്ള. പക്ഷെ ഇവൻ എന്നെ മതി എന്നുള്ളതും ഇവളെ എന്നെ മതി എന്നുള്ളതും, ഇവനും എന്നായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, ഇവളും എന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ആ കല്യാണമൊക്കെ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തോന്നുന്നു, ഞാൻ മുത്തശ്ശിനോട് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യനായിട്ട് ഞാൻ പറഞ്ഞു, എന്തിനാ ആ പെൺകുട്ടിനെ വെറുതെ കൊലയ്ക്ക് കൊടുക്കണത്? അവനെ ഇഷ്ടമാണെങ്കിൽ അവളെ പിടിച്ച് കെട്ടിച്ചൂടെ? എങ്ങനെയായാലും ഒരുത്തനെ പിടിച്ച് കെട്ടിക്കണം. അതിപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് അവളെ പിടിച്ച് കെട്ടിക്കല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങനെയൊന്നും പറ്റില്ല, നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അതിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നാത്തൂനല്ല,
മൂത്തശ്ശി എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞു. ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. അത് നിനക്കറിയില്ല, അവർ കുറേ അതിലെന്തൊക്കെയോ ട്രാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ നാത്തൂനും ബാക്കിയുള്ളതും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ വൻ പ്രശ്നമായി. അപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ ഏട്ടൻ, രണ്ടാമത്തെ ഏട്ടൻ, നീ ആരടി എൻ്റെ പെങ്ങളുടെ മകളിനെ കെട്ടിക്കാൻ, നീയാണില്ല ഇവളെ കൂട്ടി കൊടുത്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര മോശമായിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ ഈ കഥ അറിയണത് അന്നാണ്. പക്ഷെ ഇവർ 5-6 മാസമായിട്ടുള്ള പ്രണയവും ഒരു വീട്ടുകാരും ഒക്കെ തല്ലലും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവർ അന്നത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു ഞാനാണ് ഇവരെ യോജിപ്പിക്കുന്നത്, ഞാനാണ് ഇവരുടെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര മോശമായിട്ട് എന്നോട് സംസാരിച്ചു. ഏട്ടൻ എന്നെ തല്ലാനൊക്കെ വന്നു, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അന്നാണ് ഈ നാത്തുമാരും ബാക്കിയുള്ളവരായിട്ടൊക്കെ തെറ്റണത്, ഇക്കി ഞാനും ഒക്കെ കൂടിയിട്ട് തെറ്റണത്. എന്നിട്ട് അവർ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആ ചെക്കനെ എന്നെ പിടിച്ച് കെട്ടിക്കുകയും ചെയ്തു. ഞങ്ങൾ തല്ലുകൂടി കഴിഞ്ഞ ആ ഒരു പിറ്റത്തെ ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതും അവനായിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇക്കും നാത്തിനും കൂടി ഒരു ഇടപാടുണ്ട്, എന്തോ ഒരു ഗോൾഡ് പണയം വെച്ചതിൻ്റെ ഒരു ഇടപാടുണ്ട്. അപ്പോൾ അളിയൻ വിളിച്ചു, ഈ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നായിട്ട് വിളിച്ചിട്ട്, കബീറ ഇങ്ങനെ ഗോൾഡ് എടുത്തു തരണം, ഇതേപോലെ മോളുടെ കല്യാണമാണ്, അപ്പോഴേക്ക് എനിക്ക് ഗോൾഡ് എടുത്തു തരണം, 1 പവനം എന്തോ ഉണ്ട്, അപ്പോൾ എടുത്തു തരണതാണ്. അപ്പോൾ ഇക്ക എടുത്ത വഴിക്ക് പറഞ്ഞു ഷാജിനെ കുറച്ച് അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഷാജിനായിട്ട് റംലു മാപ്പ് പറയുകയാണെങ്കിൽ, റംലു നിങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ ആ സാധനം എടുത്തു തരുള്ളൂ, ഇല്ലെങ്കിൽ എടുത്തു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അളിയൻ ഫോൺ കട്ടാക്കി, എടുത്തു തരില്ല പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞു. അങ്ങനെ അപ്പോൾ അത്രയും ഇക്ക എന്നായിട്ട് ദേഷ്യമുള്ളൊക്കെയാണ്, എനിക്ക് കാമുകന്മാരുണ്ട് പറഞ്ഞാൽ ഇക്ക എന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ? എന്നായിട്ട് മാപ്പ് പറയാൻ പെങ്ങളോട് പറയുമോ? ഇല്ലല്ലോ, ഒരിക്കലും പറയില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇക്ക ഷാജിനോടിട്ട് അവൾ ആദ്യം മാപ്പ് പറയട്ടെ, എന്നതിന് ശേഷമാണ് ആ ഗോൾഡ് നിനക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു അളിയൻ്റെ അടുത്ത്. അങ്ങനെ അളിയൻ കട്ടാക്കി. നിങ്ങളിപ്പോൾ അവനിക്ക് തന്നെയല്ലേ പിടിച്ച് കെട്ടിക്കണത്, അവള് ഷാജി പറഞ്ഞതും അതാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ചെയ്തില്ല, എന്നിട്ട് ഇപ്പം ഷാജിൻ്റെ മേലെ എല്ലാ അപരാധങ്ങളും ഇട്ടതിന് ശേഷം ഇപ്പം അവൻ എന്നെ പിടിച്ച് കെട്ടിക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ഒന്നും തിരിച്ച് മറുപടി പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ കട്ടാക്കിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നാത്തും പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ എങ്ങനെ, ഏത് രീതിയിൽ കാണുന്നു? അതെനിക്കറിയില്ല. അത് വെറും നുണ. അവൾക്ക് നമ്മളോടുള്ള ദേഷ്യം, വാശി ഒക്കെയാണ് അവൾ അതിൽ തീർക്കണത്. അതിൽ ഒരു സത്യമില്ല. അവൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ, അവൾക്ക് ഇപ്പോഴും അവരെങ്ങനെയോ ജീവിച്ചോട്ടെ, നമ്മളായിട്ടൊന്നും സഹായിക്കണില്ല, അവൾ ആ കുട്ടികളായിട്ട് എങ്ങനെ ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരനെ തന്നെ നമുക്കറിയുള്ളൂ. പക്ഷെ ഇവള് നമ്മളെ ഇക്ക മരിച്ചതിന് ശേഷം നമ്മളെ ദ്രോഹിക്കാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പോവരുത്. ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം നല്ല ഇതിൽ നിൽക്കുകയാണല്ലോ, നല്ല ഒരു ലെവലിൽ നിൽക്കുകയാണല്ലോ, അത് അവൾക്ക് ചിലപ്പോൾ അത് അവൾക്ക് ഒരു അസൂയ ഉണ്ടാവുമായിരിക്കും. അവളെങ്ങനെയാണല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. അതിന് വേണ്ടിയിട്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്യണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണോ പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്യണ്ടാവും? അതിനായിരിക്കും. അല്ലാണ്ട് ഇപ്പം എനിക്ക് തോന്നണില്ല. അല്ലാണ്ട് ഇപ്പം എന്തിൻ്റെ പേരിലാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇല്ല. ഇപ്പോൾ ഷാജിദ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഞാൻ എൻ്റെ 5 മക്കളെയും കൊന്നിട്ട് ഞാനും ചാവും എന്നുള്ളൊരു? പണ്ടൊന്നല്ല, ഇപ്പോഴാണ് പറഞ്ഞത്, റീസെൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഗർഭം ഉണ്ടാക്കിയപ്പോഴാണ് പറഞ്ഞത്. ഗർഭം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളും ഞങ്ങൾക്ക് മരിക്കാനും തയ്യാറാണ്. കാരണം അങ്ങനെ ഒരു അപരാധവും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ മൂത്ത മോന് 15 വയസ്സായെന്ന് പറഞ്ഞു, രണ്ടാമത്തെ മോന് എത്ര 14 വയസ്സ്. അപ്പോൾ ഈ 14 വയസ്സായ രണ്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന 2 മക്കളാണ്. ഇവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഷാജിദോട് സംസാരിക്കാറുണ്ടോ? മക്കൾക്ക് എല്ലാ വീഡിയോസും അവർ കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട്. അവരെന്നോട് എന്താ പറയാ, അവർക്ക് അവരുടെ ഉപ്പാൻ്റെ വീട്ടുകാരന് വെറുപ്പാണ്. എൻ്റെ മക്കൾ എന്താ പറഞ്ഞറിയോ, ഞാൻ ഇപ്പോൾ ഒരു സ്ഥലമോ വീടോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പാൻ്റെ നാട്ടിലെടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, എന്തിനാ ഉമ്മച്ചി അവിടെ വേണ്ട, ഉപ്പാൻ്റെ ആൾക്കാർ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ദേഷ്യമാണ്, എൻ്റെ മക്കൾക്ക് വെറുപ്പാണ് അവരുടെ. കാരണം അവരുടെ ക്യാരക്ടറുകൾ ഇക്ക ഉള്ളപ്പോഴേ അവർക്ക് അറിയാം. ഈ നാത്തുമാരനെ അറിയാം, ബാക്കിയുള്ളവരനെ അറിയാം, എല്ലാവരനെ അറിയാം, ഏട്ടന്മാരുടെ മക്കളിനെയൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് മോൻ പറഞ്ഞത്, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വീടെടുത്താൽ മതി, അവരുടെ നാട്ടിൽ അവരുടെ മുഖം കാണാനേ പോണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ അതല്ല, ഇപ്പൊ ഷാജിദിനെ കുറിച്ചും ഇങ്ങനെ ഒരു അപരാധങ്ങൾ എൻ്റെ മക്കൾക്ക് എന്നെ അറിയാം. അവരെന്നോട് പറഞ്ഞത്, ഉമ്മച്ചിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ പറയുന്നവരവിടെ പറഞ്ഞോട്ടെ, ഉമ്മച്ചി ആ ഭാഗം തിരിയണ്ടെന്ന് പറഞ്ഞത്. ആരും എൻ്റെ മൂത്ത മോനും രണ്ടാമത്തെ മോനും പറയണേ, ഉമ്മ അതിന് പ്രതികരിക്കാനും നിൽക്കണ്ട, ഉമ്മാനെ കുറിച്ച് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ കുറിച്ച് ഉമ്മാക്കറിയാം. അവർക്ക് അങ്ങനെയാണ്. എൻ്റെ മക്കൾക്ക് ഞാൻ
എൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഒരു സംഭവവും ഇല്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആളിനെ കുറിച്ച്, ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു പറഞ്ഞ ആളിനെ കുറിച്ച് തന്നെ സ്റ്റാർട്ടിങ് മുതലേ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഉണ്ട്. അവരുടെ സംസാരിക്കലുണ്ട്, ആള് വിളിക്കലും വീഡിയോ കോൾ ചെയ്യലും മക്കളായിട്ട് സംസാരിക്കലും ഒക്കെ ഉണ്ട്. കമ്പനി ഉണ്ട്, നല്ല കമ്പനിയാണ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മക്കളോട് ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് ഞാൻ നിലനിന്നിട്ട് വരുന്നത്. എൻ്റെ മക്കളെ മറച്ചു വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് അറിയാം. ഞാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും എൻ്റെ മക്കൾ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഉണ്ണി ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഞാൻ പറയലുണ്ട്. അപ്പോൾ എനിക്ക് സപ്പോർട്ടാണ്, എൻ്റെ മക്കൾ ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. പക്ഷേ എന്നിട്ടും ഈ രണ്ടാമതൊരു കല്യാണം കഴിച്ച സമയത്ത് മൂത്ത 2 മക്കളെയും കൊണ്ടുപോയിട്ടില്ല? ഇല്ല, മക്കളുടെ ആവശ്യമില്ല, അവർ വരേണ്ട ആവശ്യമില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. കാരണം അവർക്ക് ക്ലാസ്സാണ്, മോന് 10ാം ക്ലാസ്സാണ്, ടീച്ചർ ലീവ് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലീവ് എടുത്ത് പറഞ്ഞാൽ അവൻ്റെ ക്ലാസ്, കാരണം SSLC ആണല്ലോ, അവന് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും ലീവ് എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് മക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന കല്യാണമുണ്ട്. കല്യാണം പറഞ്ഞാൽ നമുക്ക് ആഘോഷമായിട്ടൊരു കല്യാണം ഇല്ലല്ലോ, നമ്മൾ തമ്മിലുള്ള ഒരു കരാറ് അത്ര മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതിപ്പോ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് മാത്രം ഉണ്ടായിരുന്നു? അവന്റെ ഫ്രണ്ട്സുകളും ഞാനും അവനും മാത്രം ഉണ്ടായിരുന്നു. ഒരു 100 പേരുണ്ടായിരുന്നോ? ഇല്ലല്ലോ, അത്രയൊന്നും ഇല്ല. ഞങ്ങള് കുറച്ച് 5-6 പേര് മാത്രം ഉണ്ടായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ പോയി? രജിസ്റ്റർ ഓഫീസിലല്ല, നിക്കാഹ് കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്തിട്ട് കല്യാണം കഴിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയോ 1-1.5 മാസം എടുക്കില്ലേ? രജിസ്റ്റർ ചെയ്താലേ 1 മാസം എങ്ങനെയും നമ്മൾക്ക് വരുമല്ലോ. അവനതിനുള്ള ടൈമില്ലല്ലോ. രജിസ്റ്റർ ചെയ്യാം, പിന്നെ ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടല്ല അതിൻ്റെ ഇതൊക്കെ വരുള്ളൂ, ബാക്കിയുള്ളതൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് മെഹർ ചെയ്ത് ആ മെഹർ ഒന്ന് കാണിക്കാമോ? ഇപ്പോൾ ഈ നാത്തൂൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോയിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാത്തൂനെതിരെ ഷാജിദ പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ ആങ്ങള, അതായത് ഷാജിദ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആങ്ങളെ മരിച്ച സമയത്ത് നിങ്ങളെ പെരുവഴിയിൽ നിർത്തിയിട്ടാ പോയെന്ന് ഒരു വാക്കുകൾ പറയുന്നു. അതെന്താണ് അങ്ങനെ പറയാൻ തോന്നിയത്? സത്യമാണല്ലോ, കാരണം ഇക്ക മരിക്കുന്ന ടൈമിൽ ഞങ്ങള് വെറും വാടക വീട്ടിലാണ്, നമുക്കൊന്നുമില്ല. ഈ മക്കളല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെരുവഴിയിൽ നിർത്തിയിട്ട് തന്നെയാണല്ലോ പോയത്. ഒരു വീടില്ല, സ്ഥലമില്ല, നമുക്കൊരു ബാങ്കിൽ എന്തെങ്കിലും ഒരു പൈസ ഇല്ല, എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല. അങ്ങനത്തെ ഒക്കെ നിൽക്കുന്ന ടൈമിൽ നടുത്തെരുവിൽ നിർത്തിയിട്ട് തന്നെയാണ് പോയത്. പക്ഷേ ഷാജിദ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ തിരിച്ചങ്ങനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണെന്നുള്ള ആളാണെങ്കിൽ ഈ 5 മക്കളിനെ നമ്മളെ സ്വാഭാവികമായിട്ട് ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചതിനുള്ള ഒരു ഇതാണ് ആ 5 മക്കള്. ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചതിനുള്ള തെളിവാണ് എൻ്റെ ഈ 5 മക്കള്. അത്രയും സ്നേഹിച്ച ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, ഇതിലും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഈ സംഭവങ്ങൾ എടുത്ത് ആലോചിച്ച് നോക്കിയ മക്കള് നടുത്തെരുവിലാണ്. കാരണം എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല, ഞങ്ങൾ എവിടെ പോവാന്നുള്ള ഒരു ആൾക്കറിയാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആള് ചെയ്ത പണി അങ്ങനെയാണല്ലോ. അപ്പം നടുത്തെരുവിൽ നിർത്തിയിട്ട് പോയത് തന്നെയാണ്. അതന്നെ ഞാൻ അവളോട് പറഞ്ഞത്, നിന്റെ ആങ്ങള ഇപ്പം അവള് പറയുന്നുണ്ടല്ലോ ഞാൻ പോയതിൻ്റെ ശേഷമാണ് അവരുടെ കുടുംബം ഇതായിന്ന്. അവളുടെ കുടുംബം നേരായത് ഞാൻ പോയതിൻ്റെ ശേഷം തന്നെയാണ്. പക്ഷെ എൻ്റെ ഇക്ക മാത്രമാണ് തരം താഴ്ന്നിട്ടുള്ള ആ ഒരു ലെവലിൽ എത്തി നിന്നിട്ടുള്ളൂ, അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ലല്ല. ഷാജിദ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞാണ്? പറഞ്ഞ തന്നെയാണ്, കാരണം നടുത്തെരുവിൽ നിർത്തിയിട്ട് തന്നെയാണ് ആള് പോയത്. ഓക്കെ. അല്ല, ഇപ്പൊ ഷാജിദ ഇങ്ങനെ പറയുമ്പോഴത്തേനും പുറത്തുള്ള ആൾക്കാർ കാണുന്നത് ഷാജിദ് ഇത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റിപ്പറച്ചലിന്റെ കാര്യം, കാരണം പെട്ടെന്ന് ഒരു കല്യാണം കൂടെ കഴിച്ചു കഴിയുമ്പോഴത്തേനും തള്ളി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആളെ തള്ളി പറയേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ ഇക്കാനെ കുറിച്ചിട്ട് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവള് പറഞ്ഞതിന് എനിക്ക് ഇവള് പറഞ്ഞല്ലോ ആങ്ങളായിട്ടുള്ള സ്നേഹം മൂത്തിട്ട് ഇവള് പറയുന്ന പോലെയാണല്ലോ ഇവള് പറഞ്ഞത്. കാരണം എന്നെ അപരാധം ഉണ്ടാക്കി പറഞ്ഞത് അവളുടെ ആങ്ങളെ ഞാൻ ചതിച്ചു. അങ്ങനെയാണ് പറഞ്ഞാൽ അവളുടെ ആങ്ങളെ എന്നെ ചതിച്ചില്ലേ, അവളുടെ ആങ്ങളെ എന്നെ ചതിച്ചല്ലോ. 5 മക്കളെയും തന്നെ എന്നെ പെരുവഴിയിൽ ഇട്ടിട്ട് തന്നെയാണല്ലോ പോയത്. അയാളെ ഒരു നേട്ടം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ, അങ്ങനെ എനിക്ക് പറയാലോ. അത് പറയുമ്പോഴത്തേനും അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് തുല്യല്ലേ? അതെങ്ങനെ വിമർശിക്കുന്നതിന് തുല്യാവും? കാരണം അത് അല്ലാത്ത നിമിഷങ്ങളിൽ മൊത്തം ഷാജിദ അദ്ദേഹത്തെ പൊക്കി പറയുകയും പൊക്കി പറയുന്ന ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ എല്ലാം പുറത്തു വരണമെന്നില്ല. ഞാൻ എൻ്റെ അക്കാനെ ഒരിക്കലും കുറ്റം പറയണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല. പക്ഷെ ഇവളായിട്ട് എന്നെ പറയിപ്പിച്ചതാണ്. അവൾ ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടപ്പോൾ എനിക്ക് ആ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാണ്ട് എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ അക്കാനായിട്ടുള്ള ആ ഒരു സ്നേഹം കുറഞ്ഞിട്ടോ വേറൊരാളെ കല്യാണം കഴിച്ചുകൊണ്ട് ആ ആത്മാർത്ഥത പോയിട്ടോ പറഞ്ഞതല്ല. ആ ഷോക്കിൽ ഞാൻ പറഞ്ഞു പോയതാണ്.
ആ വീഡിയോന്റെ ഷോക്കിൽ അവള് പറഞ്ഞ ആ അവളുടെ വോയിസ് ഒക്കെ കേട്ട ഷോക്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ ഇക്കാനെ കുറ്റം പറയില്ല. ഇല്ല, വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇല്ല ഇല്ല. ഇപ്പോൾ ഷെഫീന ബീവി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറുടെ കാര്യം നേരത്തെ പറയണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോൾ ഭിക്ഷ എടുത്തത് കിട്ടിയ കാശ് കൊണ്ടാണ് നിങ്ങൾ ദൂർത്തടിച്ച് നടക്കുന്നതെന്നാണ് ഷെഫീന ബീവി പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കൂടുതൽ മറ്റേ എന്നാ ക്രൂവലായിട്ടുള്ള രീതിയിലുള്ള റിയാക്ഷനൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? പിന്നെ ഇങ്ങനെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷെഫീന ബീവി എന്നെ സഹായിച്ചിട്ടില്ല. പിന്നെ എന്നെ സഹായിച്ചത് മുഴുവൻ പാവപ്പെട്ട ജനങ്ങളും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ആണ്. പിന്നെ ഈ ഷെഫീന ബീവിക്ക് അതിനെക്കുറിച്ച് പറയേണ്ടാവും. ഞാൻ പിച്ചെടുത്ത് ജീവിക്കുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പിച്ചെടുത്താലും വേറെയുള്ള എങ്ങനെ ജീവിച്ചാലും അത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ ഇതിലേക്ക് ഞാൻ പോണില്ല. പിന്നെ അവർ പൊതുവേ എല്ലാവരുടെയും ഭയങ്കര മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഭയങ്കര ഒരു സ്ത്രീ എന്ന നിലയിൽ. അപ്പോൾ അവർ മുസ്ലിം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വേഷം കണ്ടാൽ അറിയാം അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ഏത്. നമ്മളിപ്പോൾ ആ ഒരു ഇത് പറയുന്നില്ല, മതം അത് പറയുന്നില്ല. അപ്പൊ അവരെന്നെ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പൊ എന്താ പറയാ, എന്നെ കുറിച്ച് പറയാനുള്ള ഒരവകാശവും അവർക്കില്ല. ഞാൻ പിച്ച എടുത്തിട്ടാണോ വേറുള്ള രീതിയിലാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞാൽ അവരും ഒരു തരത്തിലുള്ള പിച്ചയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് റീച്ച് കിട്ടിയിട്ടാണല്ലോ അവൾക്ക് ഫുഡ് കഴിക്കുന്നത്. അവള് മറ്റുള്ളവരുടെ ഇപ്പം എൻ്റെ കണ്ടന്റ് എടുത്തിട്ടിട്ട് റീച്ച് കിട്ടിയിട്ടാണല്ലോ അവൾക്ക് പൈസ കിട്ടുന്നത്. ഈ പറയുന്ന ഷെഫീന ബീവിക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവളും ഒരു തരത്തിലുള്ള പിച്ചയാണ്. ഞാൻ പിച്ച എടുക്കുകയാണെങ്കിൽ അവരും ഒരു തരത്തിലുള്ള പിച്ചയാണ്. എനിക്ക് അങ്ങനെ പറയുള്ളൂ. എന്നെ പിച്ച എന്ന് പറഞ്ഞ രീതിക്ക് അവരും പിച്ചയാണ് എടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ പണിക്ക് പോയിട്ട് ജീവിച്ചൂടെ, അപ്പം നിനക്കും പണിക്ക് പോയി ജീവിച്ചൂടെ? നീ എന്തിനു സോഷ്യൽ മീഡിയയിൽ വരണം? ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കുന്ന പോലെ തന്നെ നീ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നീ എന്നെ പണിക്ക് പറഞ്ഞാൽ നിനക്ക് പണിക്ക് പോയിക്കൂടെ? അതെനിക്ക് ചോദിക്കാനുള്ളൂ. ഷെഫീന ബീബി ഇപ്പോൾ കോൾ എടുക്കണോ? വേണ്ട വേണ്ട, എടുക്കണമെങ്കിൽ എടുത്തിട്ട് സംസാരിക്കും. കുറേ നേരം കട്ട് ചെയ്ത് ഇല്ല ആ ഫോൺ ഞാനൊന്ന് റെഡി. ഇപ്പോൾ ഈ ഷഫീന ബീബി ഭയങ്കര ഭീകരമായിട്ടുള്ള രീതിയിൽ ക്രൂവലായിട്ടുള്ള രീതിയിലാണ് ഷാജിദനെ അറ്റാക്ക് ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കെതിരെ ഷാജിദ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിച്ചെടുത്ത് അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അതിന് കുറേ പട്ടികളുണ്ട് അവിടെ കിടന്ന് വരയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരുടെയും നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഷഫീന ബീവി എന്ന് പറഞ്ഞാൽ പൊതുവേ എന്നെ മാത്രമൊന്നല്ല, ഭയങ്കര മോശം ഒരു സ്ത്രീകൾക്ക് തന്നെ എന്താ പറയുക, സ്ത്രീ വർഗത്തിന് തന്നെ അവരൊരു മോശമാണ്. കാരണം എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം അവരുടെ വീഡിയോസും അവരുടെ ആ ഒരു സംസാര രീതിയും അവർ പറയണ ഓരോ വാക്കുകളും ഭയങ്കര മോശമാണ്. അതിപ്പോൾ ഒരു സ്ത്രീക്ക് തന്നെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു പുച്ഛം തോന്നും ചില ടൈമിലൊക്കെ. കാരണം അവരങ്ങനെയും അവരുടെ സംസാര രീതി, അവരുടെ വീഡിയോസ് എല്ലാം അങ്ങനെയാണ്. അവരുടെ എല്ലാ റിയാക്ഷൻ വീഡിയോസും അങ്ങനെയാണ്. കുറേ അവർക്ക് സപ്പോർട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് പൊതുവേ തോന്നിയത് ഷഫീന ബീവി ഭയങ്കര മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാരണം ഒരു പെൺകുട്ടിനെ കുറിച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങളൊക്കെ അവരും ഒരു സ്ത്രീയാണല്ലോ. അപ്പം ഈ അപവാദം അവരെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മോളിനെ കുറിച്ചാണെന്ന് അവർ പറഞ്ഞ ഒരു നിമിഷം ചിന്തിച്ചാൽ മതി. കാരണം ഷഫീന ബീവിക്കൊക്കെ ചിലപ്പോൾ അവരുടെ മോളുടെ പ്രായമായിരിക്കും ഞാൻ ഉണ്ടാവുള്ളൂ. കാരണം അപ്പോൾ അവർ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഈ പറയുന്ന നാത്തൂന് ഇങ്ങനത്തെ ഒരു വോയിസ് അവർക്ക് ഇട്ടുണ്ടെങ്കിൽ തന്നെ അവരൊരു കാര്യം ചിന്തിക്കണമായിരുന്നു, ഇതിൻ്റെ ഭാഗത്ത് സത്യമുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ വോയിസ് നമ്മൾ ഗ്രൂപ്പിലിടാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാമെന്ന്. പക്ഷെ അതവർ ചിന്തിച്ചില്ല. അവർക്ക് റീച്ച് ബാക്കിയുള്ളത് മാത്രം കിട്ടണം എന്നുള്ള ചിന്തയിലാണ് അവരത് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഷഫീന ബീവിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ മോശം ഇതാ പറയാനുള്ളൂ. അവരുടെ ക്യാരക്ടറും അവർ വരുന്നതും ലൈവും കാര്യങ്ങളെല്ലാം ഞാൻ കാണാറുണ്ട്. എല്ലാത്തിലും അവരുടെ സ്വഭാവം വളരെ മോശമാണ്. പെണ്ണുങ്ങൾക്ക് തന്നെ ഒരു അപമാനമാണ് അവർ. ഇപ്പോൾ ഷാജിദ 15ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചാന്ന് പറഞ്ഞു. അതിൽ 5 കുട്ടികളുണ്ട്. ഇനിയും കല്യാണം കഴിച്ചാൽ ഇനിയും പിള്ളേരുണ്ടാവുന്ന പറയണത്. ഇത് അവർ തന്നെ പറഞ്ഞാൽ ഷഫീന ബീവി തന്നെ ആയിക്കോട്ടെ. ഞാനിപ്പോൾ എൻ്റെ 5 പിള്ളേരെ അവളുടെ അടുത്തേക്ക് വിട്ടിട്ടില്ലല്ലോ. പിള്ളേരെ ഉണ്ടാക്കാണ്ടിരിക്കണൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ ഇക്കാക്ക് 5 പിള്ളേരുണ്ടായിട്ടുണ്ട്, ഞാൻ അന്തസ്സായി നോക്കണമുണ്ട്. അവളുടെ അടുത്തേക്ക് വിട്ടിട്ടില്ല. പിച്ചയ്ക്ക് പോയാലും പിച്ച അവളുടെ അടുത്ത് എടുത്തിട്ടില്ല. ബാക്കിയുള്ളൊരു പിച്ച തന്നാലും അവളുടെ കയ്യിൽ നിന്ന് ഞാൻ പിച്ച മേടിച്ചിട്ട് എൻ്റെ മക്കളെ നോക്കണില്ല. ഇനി ഒരാളെ കല്യാണം കഴിച്ചിട്ട് അതിൽ കുട്ടികളുണ്ടായാലും ഞാൻ അന്തസ്സായി പോറ്റും. എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. അത് അവൾ പറയേണ്ട ആവശ്യമില്ല. അത്രയൊക്കെ പറയുള്ളൂ.
പറയാണ്ട്. ഓക്കെ. ഇപ്പോൾ ഷാജിദ ഇനിയും അടങ്ങിക്കിടക്കില്ല, കാമപ്രാന്തിയാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനിയും കല്യാണം കഴിച്ചാലും ഇനിയും അവൾ അടങ്ങിക്കിടക്കില്ല, കാമപ്രാന്താണ് പറയുന്നത്. ഷാജിദ പറഞ്ഞു. അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണ്, കാമം എന്ന സംഭവം കാമപ്രാന്തിയാണെന്ന് പറഞ്ഞാൽ കാമം മൂത്തിട്ട് എല്ലാവരുടെ അടുത്തേക്കും പോകണം, എല്ലാവരുടെ അടുത്തും കാമം തീർക്കാം. ഞാൻ എൻ്റെ കാമം തീർക്കുന്നുണ്ടെങ്കിൽ അതിനൊരാളെ എനിക്ക് കല്യാണം കഴിച്ച് കിട്ടിയിട്ടുണ്ട്, ഞാൻ അവരുടെ അടുത്ത് കാമം തീർക്കും. 15 കൊല്ലം ഞാൻ ഒരാളുടെ ആയിട്ടാണ് കാമം ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കാനായിട്ട് മാത്രമാണ് എൻ്റെ കാമം തീർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ആളായിട്ട് ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ അത് എനിക്കുള്ള ആൾ ആരാണോ അവരുടെ ആയിട്ട് ഞാൻ എൻ്റെ കാമം തീർക്കും. അതിപ്പോൾ ഞാൻ കാമപ്രാന്തിയാണെന്ന് പറയേണ്ട ആവശ്യം അവർക്കില്ല. അത് പറയുന്നത് ഈ പറയുന്ന ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെ കാമം തീർക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ ഈ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വരുന്ന പോലെ ആണോ അവരുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ അവരെങ്ങനത്തെ മോശം ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇല്ല. ഓക്കെ. ഇപ്പോൾ ഒരുപാട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഷാജിദനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഷാജിദയ്ക്ക് ഭയങ്കര ഫീലായിട്ട് തോന്നിയത് ആര് റിയാക്ട് ചെയ്തപ്പോഴാണ്? സഫീന റിയാക്ട് ചെയ്തപ്പോൾ തന്നെ. സഫീനൻ്റെ ആ സംസാരം മോശമായിട്ടുള്ള അവർ പറയുന്ന സംസാര രീതി തന്നെയാണ് ഭയങ്കര മോശമായിട്ട്, റൂഡായിട്ടുള്ള സംസാരമാണ്. അവരുടെ തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഫീലായത്. പിന്നെ അവർക്കൊരു കളിയാക്കൽ രീതി അങ്ങനെയൊക്കെ ഏത് ലൈവിൽ വന്നാലും പൊതുവേ ചർച്ച ഇത് മാത്രമായിട്ട് തീർന്ന് അങ്ങനെ ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാമല്ലോ ആരിനെ കുറിച്ചാണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അവരോടാണ്. അപ്പോൾ ഒരാൾ മാത്രമല്ല, ഒരുപാട് അവളിനോടും പിന്നെ ഈ വോയിസ് എടുത്തിട്ട ഒരു സ്ത്രീ ഉണ്ട്, എനിക്ക് പേര് അതിൻ്റെ അറിയില്ല, സെഫിനാൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഈ നാത്തുവിൻ്റെ വോയിസ് എടുത്തിട്ടവരുണ്ട്. ആ സ്ത്രീയും ഭയങ്കര അവർ മുസ്ലിം സ്ത്രീയാണ്. അപ്പം ഞാൻ പറയാം, മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീക്ക് സ്ത്രീ തന്നെ ഒരു പാരയാണ്. അപ്പം ആ സ്ത്രീയും ഒരു പെണ്ണല്ലേ, അപ്പം അവർക്കാണ് ഈ ഗർഭം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അവളാണ് അത് എടുത്തിട്ടത്, ആ പെണ്ണ്. അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണല്ല അവളങ്ങനെ പെണ്ണാണെങ്കിൽ ഒരിക്കലും വേറൊരു പെൺകുട്ടിനെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രചരിപ്പിക്കില്ല. അവളാണ് ആ ഫസ്റ്റ് വോയിസ് ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഇട്ടത്, സെഫീനാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവൾ ഇട്ടത്. ആ പേര് എനിക്കറിയില്ല, അതിൻ്റെ പേര് എന്താണെന്നറിയില്ല. ഇപ്പോൾ ഒരാളല്ല, ഒരു 2-3 പേരല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിദനെ ട്രോളാത്തവരും റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തവരും ആരുമില്ല. ഇത്രമാത്രം ശത്രുത തോന്നാൻ കാരണം എന്താ? ഒരു സമയത്ത് ഷാജിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്താ ശത്രുതയിലേക്ക് മാറാൻ കാരണം? അത് പെട്ടെന്ന് എൻ്റെ ചാനൽ വളർന്നുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? പെട്ടെന്ന് നമ്മുടെ ചാനലിൽ 1 ലക്ഷം കഴിഞ്ഞു, 1.5 ലക്ഷമായി, പിന്നെ 1.40 2 ലക്ഷത്തോളം സബ് കൂടിയില്ലേ. പെട്ടെന്ന് ഒരു 4 മാസം കൊണ്ടൊക്കെ 4-5 മാസം കൊണ്ടാണ് നമുക്കത് കൂടിയത്. കുറേ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ കടന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും 5000 സബ് 6000 സബിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ശത്രുത ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളരുന്ന യൂട്യൂബേഴ്സിനെ അടിച്ചമർത്താനാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, മല്ലു ഫാമിലി, സുജിൻ, അവരൊക്കെ നന്നായി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അയാൾ ഒരു ബൈക്ക് എന്തോ എടുത്ത ടൈമിൽ അയാൾക്ക് ഫുൾ നെഗറ്റീവ്സ് വന്നു, നല്ല നെഗറ്റീവ്സ് വന്നു. അങ്ങനെ കുറേ സബ് അയാൾക്ക് കുറഞ്ഞു, എത്രയോ സബ് കുറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരാൾ വളർന്നു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. കാരണം നമ്മളാണല്ലോ ആ വീഡിയോ കാണുന്നത്, നമ്മളാണല്ലോ അവനിക്ക് ലൈക്ക് കൊടുക്കുന്നത്, നമ്മുടെ കാരണം കൊണ്ടാണല്ലോ അവൻ നേരാവണമെന്നുള്ളൊരു ചിന്ത വരെയാണ്. അപ്പോൾ ആ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ മനസ്സിൽ അവരറിയാതെ അസൂയയും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പം ഇവരങ്ങനെ ഇപ്പം നീ അങ്ങനെ വളരണ്ട എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതാണ് മെയിൻ, അതന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഷാജിദ അല്ലാണ്ട് ഇപ്പോൾ പേഴ്സണലി എനിക്ക് ആരിനായിട്ട് ശത്രുത ഇല്ലല്ലോ. ഈ പറയുന്ന യൂട്യൂബേഴ്സിന് ആരിനെ എനിക്ക് അറിയാത്ത ആൾക്കാരാണല്ലോ. അല്ല, ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഷാജിദ ഇവരെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരെ തെറി പറയുമോ അങ്ങനെ ചെയ്തുകൊണ്ട്? ഞാൻ അവരുടെ തെറി പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ തെറി പറഞ്ഞത് എൻ്റെ ഇപ്പോൾ ഈ നാത്തൂനെ കുറിച്ചിട്ടുള്ള ആ വീഡിയോസ് ചെയ്തപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് അങ്ങനെ ഉള്ളത് പറഞ്ഞത്. അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും ഞാൻ തെറി പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് തെറി പറയേണ്ട ആവശ്യമില്ല, എവിടെയോ കിടക്കുന്ന ആൾക്കാരാണ്, ഈ കമൻറ്റിലൂടെ മാത്രം കാണുന്ന ആൾക്കാരാണ്. എനിക്കറിയില്ല ഇവർ ആരാ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ കുറേ ഫേക്ക് ഐ ഡിയിൽ നിന്ന് വരുന്ന കമൻസുകളുണ്ട്. അപ്പം ഞാൻ ഇവരുടെ മോശമായിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അല്ല, ഇപ്പം ഈ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞല്ലോ, ഈ ഫേക്ക് ഐ ഡിയിൽ നിന്ന് എന്തെങ്കിലും കോൾസോ അല്ലെങ്കിൽ മെസ്സേജോ? കോൾസ് ഒന്നുമില്ല, കമൻസുകൾ കുറേ വരാറുണ്ട്. ഈ എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും വരാറുണ്ട്? ഇല്ല, ഭീഷണി ഒന്നും എനിക്കില്ല.
ഷാജിദയ്ക്ക് ഇതിന് മാത്രം ശത്രുക്കൾ ഉണ്ടാവാൻ എന്താ കാരണം? അതന്നെ ഞാൻ പറഞ്ഞില്ലേ, അതന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പം എനിക്കറിയില്ല. വളർന്നു വരുന്ന വളർച്ച കണ്ടിട്ടായിരിക്കും. ഇപ്പം പൊതുവേ ഞാൻ ഫസ്റ്റൊക്കെ ഇട്ട വീഡിയോസ് ഇങ്ങനെ നല്ല ഇതായിട്ടാണല്ലോ, വീട്ടിലുള്ള വീഡിയോസ് മാത്രം ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഒക്കെ ഞാൻ ട്രാവലിംഗ് വീഡിയോസ്, മക്കളിനായിട്ട് ഹാപ്പി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതലായിട്ട് ഇവർക്ക് ഇതാകാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വളർച്ചയിൽ അവർ സന്തോഷിക്കണില്ല എന്നായിരിക്കും എനിക്ക്. സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, നല്ല സബ്സ്ക്രൈബേഴ്സ്, നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. കുറച്ച് നെഗറ്റീവ്സ് മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇങ്ങനത്തെ കമൻസുകളൊക്കെ ഇടുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. അല്ല, നെഗറ്റീവ്സ് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മാത്രമാണ് നെഗറ്റീവ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അതൊരു കണ്ടന്റ് കിട്ടിയപ്പോൾ അവരത് ആഘോഷിക്കണം, അത്രേ ഉള്ളൂ. അല്ല, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ ഷെഫീന ബീബി ഇപ്പൊ അത് വേറൊരു രീതിയിൽ വേറൊരാളുടെ ഒരു സംഭവം വന്നു പറഞ്ഞാൽ അവർ അതിന്റെ പിന്നാലെ പോകും. അപ്പൊ ഇവിടെ ഞാനത് എന്റെ കാര്യം അവിടെ ഇടും. അതിനിപ്പോ ഒരു നല്ലൊരു വേറെ ഏതെങ്കിലും ഒക്കെ ഒരു വോയിസ് കോളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെ എന്താണ്, അപ്പോൾ അവർ അതിൻ്റെ പിന്നാലെ അങ്ങനെയാണല്ലോ. പുതിയ ന്യൂസുകൾ ഇപ്പോൾ നമ്മൾ പറയാം അർജുൻ്റെ കേസ് അങ്ങനെയൊക്കെ കുറേ ന്യൂസുകൾ വരുമ്പോൾ ഒക്കെ അതിൻ്റെ പിന്നാലെയാണല്ലോ ആൾക്കാർ പോണത്. സ്വാഭാവികമായിട്ട് പുതിയ ന്യൂസുകൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും. സ്വാഭാവികം അങ്ങനെയാണ്. ഇപ്പോൾ ഷെഫീന ബീബി പറയുണ്ടായി, ഭയങ്കര ആക്രമിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. ഷാജിദ കല്യാണം കഴിച്ചു, അതിൽ 5 മക്കളുണ്ട്, അവർ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ അടുത്ത കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇനിയും പിള്ളേരുണ്ടാവും, അതിൽ പ്രാരാബ്ധമാവും, അയാളും ആത്മഹത്യ ചെയ്യും. ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരമാണ് ഈ ഷെഫീന ബീബി പറയുന്നത്. എന്താ പറയാ, 5 പിള്ളേരായിട്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഞാനും ആത്മഹത്യ ചെയ്യേണ്ടതാണല്ലോ. എനിക്ക് ഈ മക്കളെ നോക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടതാണല്ലോ. ഇപ്പൊ വരുന്ന ആളല്ല എൻ്റെ കുട്ടികളെ നോക്കണത്, ഞാനാണ് എൻ്റെ കുട്ടികളെ നോക്കണത്. ഒരിക്കലും ഞാൻ എന്നെ ഒരു ആളെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് ആ ആൾക്ക് ഞാൻ എൻ്റെ മക്കളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ നോക്കാൻ തയ്യാറാണ്. ഞാൻ ഇപ്പോൾ ഒരു കൊല്ലം 1.5 കൊല്ലം എങ്ങനെ എൻ്റെ മക്കളെ നോക്കിയത്, അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഞാൻ നോക്കും. അതിന് ഇപ്പൊ ആ ആള് സമ്പാദിക്കുന്ന പൈസ തന്നെ എനിക്ക് വേണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ എന്നോട് കുറേ പേര് പറഞ്ഞു കല്യാണം കഴിഞ്ഞില്ലേ, യൂട്യൂബ് നിർത്തിക്കൂടെ, ചെയ്യണ്ട, ഇനിയിപ്പോ അവരുടെ വരുമാനത്തിൽ ജീവിച്ചൂടെ എന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല. എനിക്ക് ഇതിന്ന് കിട്ടുന്ന വരുമാനം എൻ്റെ മക്കൾക്കുള്ളതാണ്. ആ മക്കൾക്കുള്ള ഭാഗം ഞാൻ ചേർത്ത് വെക്കും. കാരണം എൻ്റെ മക്കൾ വലുതായി കൊണ്ടിരിക്കുന്ന മക്കളാണ്. എനിക്ക് അവരെ പഠിപ്പിക്കണം, അവർക്ക് ചെയ്യേണ്ട കടമകളൊക്കെ ഞാൻ ചെയ്യണം. അത് ഞാൻ വേറൊരാൾ എന്നെ കെട്ടി പറഞ്ഞിട്ട് അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പക്ഷേ ഷാജിദ അങ്ങനെ അല്ലായിരുന്നല്ലോ ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും എൻ്റെ മക്കളെയും ഒരുപോലെ നോക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് ഇതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാനത് വേണ്ടാന്ന് അല്ല, അവര് പക്ഷെ തരുന്നില്ല എന്നല്ല, അവരിപ്പോ എന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ, എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പൊതുവേ പറയണത്, ഇപ്പൊ നമുക്കൊരു വരുമാനം ഉണ്ട്, ബാക്കിയുള്ളതുണ്ട്, നമ്മൾ ആ വരുമാനം കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേഫ്റ്റി ആക്കാം. ഇപ്പൊ അയാൾ തരുന്നത് ചെലവിനെടുത്തിട്ട് എനിക്ക് കിട്ടുന്ന പൈസ എനിക്ക് സേഫ്റ്റി ആക്കാമല്ലോ. വീട് പണിയൊക്കെ എവിടെ വരെ? വീടൊന്നും ഒന്നും ആയിട്ടേ ഇല്ല. വീട് എല്ലാവരും പറഞ്ഞു ഇവിടേക്ക് ലക്ഷങ്ങൾ വന്നു, വീട് പണി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കണെന്നൊക്കെ. എവിടെ വീട് പണിയെന്ന് എനിക്കറിയില്ല. ആരുടെയും വീട് പണി നടക്കുന്നുണ്ടാവും, എൻ്റെ വീട് പണി നടക്കുന്നില്ല. ഇതുവരെയായിട്ടും സ്ഥലമൊന്നും ഇല്ല, ഒന്നുമില്ല. സ്ഥലമില്ല, ബാക്കിയുള്ള വീടിന്റെ ഒന്നും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഉമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ, എൻ്റെ ഉമ്മാന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഇനിയിപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ, ഇനിയിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ദുബായിലാന്ന് പറഞ്ഞു, ഇപ്പൊ കല്യാണം കഴിഞ്ഞു, എന്നാ ഇനി നിന്നെ മക്കളെയും വേറൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കാം, അങ്ങനെയൊന്നും സംസാരിച്ചില്ലേ? അത് എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട്, വേറെ വേണമെങ്കിൽ വീടെടുത്ത് താമസിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനായിട്ട് പോവാണ്ടാണ്. ഞാനായിട്ട് ഇപ്പൊ അവര് ദുബായിലാണല്ലോ, നമ്മളിപ്പോ എൻ്റെ ഉമ്മ ഒറ്റയ്ക്കാണല്ലോ. ഇപ്പൊ ഞാനും ഇപ്പൊ മക്കളും കൂടി വേറെ വീട്ടിൽ താമസിക്കണേക്കാട്ടി നല്ല എൻ്റെ വീട്ടിൽ താമസിക്കുകയാണല്ലോ. ഇനി എനിക്ക് ഒരു വീട് സ്ഥലം പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു വീട് സ്ഥലവും കെട്ടിപ്പോക്കാനൊന്നും പറ്റില്ല. ഒരു വീട് വെക്കണമെങ്കിൽ നല്ല അതിന് മാത്രം സാമ്പത്തികമുള്ള ആളല്ല. പൊതുവെ അതിന് മാത്രം സാമ്പത്തികമല്ല. ഇപ്പൊ 10-20 ലക്ഷം രൂപ പെട്ടെന്ന് ഇറക്കാനൊന്നും അവരുടെ കയ്യിൽ കാണില്ല. മെല്ലെ നമ്മളൊരു സ്ഥലം മേടിക്കണു, അതിലൊരു വീട് വെക്കണു, അങ്ങനെ നമ്മൾ മാറണു. അങ്ങനെ ഈ എന്തുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ഞാൻ അങ്ങനെ നീ എൻ്റെ ഫേസ് റിവീൽ ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരിക്കലും നീ എന്നെ കാണിക്കണ്ട? ആൾക്ക് സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവമേ ആൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ആളുടെ ഫോട്ടോ കാര്യങ്ങൾ എന്നാലും ഞാൻ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ഇട്ടപ്പോഴും അത് ഞാൻ അവരുടെ സമ്മതം ഇല്ലാണ്ട് ഇട്ടതാട്ടോ. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു.
അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് നമ്മൾ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അത് പിന്നീട് നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഇതിൽ പ്രശ്നമാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കാണിക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും ഹണിമൂണൊക്കെ പോയോ? എവിടെ ഹണിമൂണൊന്നും പോയിട്ടില്ല. അല്ല എവിടെയും കറങ്ങാനൊക്കെ പോയോ? എങ്ങും പോയില്ല. വയനാട്ടിൽ പോയപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വയനാട്ടിൽ ഞങ്ങളെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു, അവരും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ഹണിമൂണാക്കി മാറ്റി. അത് ഹണിമൂണൊന്നല്ല, വെറുതെ ഞങ്ങൾ കാറിൽ പോയി വയനാട് ഫുള്ള് കറങ്ങി വയനാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഹണിമൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു രീതിയിൽ അങ്ങ് പോയി. എത്ര നാൾ ഉണ്ടായിരുന്നു പുള്ളി ഇവിടെ? ആള് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10-20 ദിവസം ഉണ്ടായിരുന്നു. 20 ദിവസം ഉണ്ടായിരുന്നു. എന്നിട്ട് കറങ്ങിയില്ലാന്നും പറയില്ല, ഞങ്ങൾ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് ആ ഭാഗമൊക്കെ കറങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ കറങ്ങി ഒന്ന് അടിച്ചു പൊളിച്ചിട്ടാ പോയത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത കുടുംബജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങളുണ്ടാവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത്തേന് 2 പിള്ളേർ ഓൾറെഡി എത്തിങ്ങാനയിലാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള 3 പിള്ളേരും കൂടെ എത്തിങ്ങാനയിലേക്ക് ആക്കുമോ? ഇല്ല, പഠിപ്പിക്കും. എത്തിങ്ങാനയിൽ പഠിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. അത് ഞാൻ ഫസ്റ്റേ പറയണ്ടായിരുന്നു. മക്കളെ ഇപ്പം മറ്റോ അവന് 7ാം ക്ലാസ്സിലേക്കാണ്, ഞാൻ അടുത്ത കൊല്ലം എത്തിങ്ങാനയിലേക്ക് മാറ്റാനാണ്. കാരണം അത് നമ്മൾ മതപരമായിട്ടും ബാക്കിയുള്ള ഇതായിട്ട് മക്കൾക്ക് പഠിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിങ്ങാന, അല്ലാണ്ട് എനിക്ക് നോക്കാൻ വയ്യാണ്ട് എത്തിങ്ങാനയിലേക്ക് ആക്കണമെന്നല്ല, പഠിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എത്തിങ്ങാനേക്ക് മാറ്റണമെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടാവോ കുഞ്ഞില്ല അതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ഒരു കുട്ടി വേണമെന്നുള്ള ഒരു തീരുമാനമൊന്നും ഞങ്ങളിപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് 5 ആൾ ഓൾറെഡി ഉണ്ട്, അവരെ നോക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക, അത് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള തീരുമാനം. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിങ്ങാനയിലാക്കണം, അത് നോക്കാൻ വയ്യാണ്ട് എത്തിങ്ങാനയിലാക്കണമെന്നൊന്നുമില്ല. മറ്റേ മോനെ, 3ാമത്തെ മോനെ ഞാനിപ്പോൾ അടുത്ത വർഷം ഞാൻ മാറ്റും. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പഠിപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ലേ? വീട്ടിൽ നിന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾക്കിപ്പോൾ ദർസ് മതപരമായിട്ട് പറഞ്ഞ ഉസ്താദ്മാർ എപ്പോഴും ഒരു പഠിപ്പ് കിട്ടുമല്ലോ, അതുപോലെ കിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ പറഞ്ഞാൽ മദ്രസ പോയി വരിക, അങ്ങനെ സ്കൂള്, ഇതാവുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ല ഒരു പഠിപ്പ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് മാത്രം മാറ്റണേയാണോ കുട്ടികളെ? അതുകൊണ്ട് ഞാൻ മാറ്റണം, അതുകൊണ്ട് തന്നെയാണ് അവരെ ഇപ്പോൾ ഈ 2 പേരെ എനിക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യാം. പക്ഷെ അവർക്ക് ഇഷ്ടമല്ല, അവർ പറയുന്നത് ഞങ്ങൾ +2 ഡിഗ്രി ഞങ്ങൾ ഇവിടെ പഠിക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവനും അങ്ങോട്ട് പോകണം എന്നാണ് ഇവൻ്റെ ആഗ്രഹം. അപ്പോൾ പോയി പഠിക്കട്ടെ. ഇപ്പോൾ ഉമ്മ ഇപ്പയുള്ള കുട്ടികളെ തന്നെ ആ എത്തിങ്ങാനയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഉമ്മ ഉപ്പ ചിലപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. വെറും ഉപ്പ മരിച്ച മക്കൾ, ഉമ്മ ഇല്ലാത്ത മക്കൾ മാത്രമല്ല, പൊതുവെ ഇപ്പോൾ എല്ലാ കുട്ടി ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഓരോ കുട്ടികളെ കൊണ്ട് നിർത്തില്ല, അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഷാജിദ തന്നെ പറഞ്ഞു, എൻ്റെ മക്കള് എൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും അവരെ നോക്കുന്നുണ്ടല്ലോ. അല്ല നോക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, അവരെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നോക്കി കയറി വെടിവെക്കല്ലേ, അവരെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പോകുന്നുണ്ട്, എൻ്റെ 5 മക്കൾ എൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് അവരെ കൂടെ നിർത്തി എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കുട്ടികളോട് ഞാൻ ഇപ്പോൾ പ്രാവശ്യം പറഞ്ഞു, അടുത്ത വർഷം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയാലോ, ഒരുമിച്ച് നിൽക്കാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മോന് വേണ്ട, ഞങ്ങൾ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് എടുക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പം അവരുടെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് അവരെ അവിടെ തന്നെ നിർത്താനായിട്ട് അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അവരോട് കണ്ടിന്യൂ ചെയ്യാൻ. ഈ പിള്ളേരെ എല്ലാവരും പുതിയ ആളെ കാണിച്ചോ, പുതിയ ഭർത്താവിനെ കാണിച്ചോ? അവർക്ക് അറിയാലോ, അവര് സംസാരിക്കലൊക്കെ ഉണ്ട്. എവിടെ? അവിടുന്ന് ഗൾഫിൽ നിന്ന് വിളിക്കും, നാട്ടിൽ വരുമ്പോ വിളിക്കും, സംസാരിക്കും. അല്ല ഇപ്പൊ ഈ റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മക്കളായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്താണ് മക്കളുടെ കൂടെ ഒരു ട്രിപ്പ് പോയ വീഡിയോസ് ഒക്കെ ഉള്ളത്? ഇല്ല, അത് ഞങ്ങൾ തനിയെ കോഴിക്കോട് പോയതാണ്, ഞാനും മക്കളും ഉമ്മയും മാത്രമായിട്ട്. ജസ്റ്റ് കറങ്ങാനായിട്ട് പോയത് അന്നേരമുള്ള വീഡിയോസ് ആണ്? ഒരു ദിവസത്തെ ട്രിപ്പ് വെറുതെ അടിച്ചതാണ്. മക്കളെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് കറങ്ങാനായിട്ട് ലീവ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ വന്ന് ജസ്റ്റ് കറങ്ങാൻ പോയി, അത്രേ ഉള്ളൂ. ഈ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കണേ? കമന്റ് ബോക്സ് പറഞ്ഞാൽ എനിക്ക് കമന്റ് കണ്ടിട്ട് പ്രഷർ കയറിയിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കമന്റ് വായിക്കാൻ വയ്യാണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട്, അല്ലാണ്ട് പേടിച്ചിട്ടല്ല. കമന്റ് പറഞ്ഞാൽ ഇങ്ങനെ ത്രൂ ആയിട്ട് ഞാൻ എപ്പോഴും കമന്റ് വായിച്ചിട്ട് റീപ്ലൈ കൊടുക്കണം, ലൈക്ക് ഒക്കെ കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ ഓരോ കണ്ടിന്യൂസ് ആയിട്ടുള്ള കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, പ്രഷർ കൂടിയിട്ട് ഞാൻ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു. ഒക്കെ ഒന്നുമില്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് 2-3 ഓഫ് ചെയ്ത് വെച്ചിട്ട്, അത്രേ ഉള്ളൂ. അല്ല തെറി പേടിച്ചിട്ടല്ല, അല്ലേ? എന്ത് തെറി അവര് വിളിക്കുന്ന അവിടെ വിളിച്ചിട്ട്, അല്ലാത്ത കമന്റ് ബോക്സ് ഒക്കെ ഓൺ ആണല്ലോ, ഏത് തെറിയാണെങ്കിലും അതിൽ വന്ന് വിളിക്കാലോ. റീസെന്റ് ആയിട്ടുള്ളത് എനിക്ക് ടെൻഷൻ കൂടണ്ട, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും മറ്റേ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അവരുടെ ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ വീണ്ടും ഇതാക്കി ചെയ്യേണ്ട, കാരണം
നല്ലതല്ല. അപ്പോൾ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള ഇത് ചെയ്യേണ്ട. അപ്പോൾ കൂടുതലായിട്ട് എന്തിലാണ് വിഷമം വരുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോ ചെയ്യണതിലൊക്കെ കമൻസൊക്കെ ഒരുപാട് ബാഡായിട്ട് എനിക്ക് വരുന്നുണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പ്രഷർ ഒരുപാട് കൂടുന്നതാണ്. അപ്പോൾ അത് ഓഫ് ചെയ്തിടൂ, അത് വായിക്കേണ്ട, അത് നോക്കാനേ നിൽക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പണി എന്താ വെച്ചാൽ അത് നോക്കിയാൽ മതി, ബാക്കിയുള്ള കൂടുതൽ പ്രഷറിലേക്ക് പോകണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ അത് നോക്കാറില്ല, അങ്ങനെ ഓഫ് ചെയ്തിട്ടതാണ്. അങ്ങനെ ശരി. അല്ല, ഇപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അതിനുള്ള? അത് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓവർ ടെൻഷൻ ആവണ്ടല്ലോ. ഓവർ ടെൻഷൻ പറഞ്ഞാൽ എനിക്ക് ഇക്ക മരിച്ചതിന് ശേഷം ഓവർ ടെൻഷൻ ആണ്, എന്താ ഏതാന്നുള്ള ഒരു ടെൻഷൻ കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഒരാളിനെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ അതിന് പറയുക, നമ്മൾ തേടുമല്ലോ ഓരോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മെൻ്റലി സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് മാറും. അതേപോലെ എനിക്ക് ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ചിലപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് കൂളാവും. അങ്ങനെ അത്രേ ഉള്ളൂ. അല്ല, ചില അമ്മമാർക്ക് മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളോട് കൂടുതൽ സമയം സംസാരിക്കും, അവരോട് ഇടപെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് ഒന്ന് കൂളാവണ്ടേ അല്ലേ? മക്കളോട് പറഞ്ഞാൽ എൻ്റെ മക്കളോട് സംസാരിക്കുക പറഞ്ഞാൽ മക്കളിപ്പോൾ 2 ഉള്ള മക്കൾ അവിടെയാണ്. അവരോട് എനിക്ക് ഡെയിലി സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് എപ്പോഴെങ്കിലൊക്കെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ചെറിയ കുട്ടികളാണ്, അവരായിട്ട് ഞാൻ എത്ര സംസാരിക്കും? അങ്ങനെ ഇല്ല. പിന്നെ അവരെ കാണുമ്പോൾ അവരുടെ സന്തോഷം കാരണം കൊണ്ട് എൻ്റെ മൈൻഡ് ഓക്കെയാണ്. പക്ഷെ അല്ലാത്ത കുറേ പ്രഷറുകൾ എനിക്കുണ്ടല്ലോ, അതൊക്കെ നമ്മൾ മൈൻഡ് കുറച്ച് റിലാക്സ് ആവാൻ നമ്മൾ ഇതേപോലെയുള്ള ആൾക്കാരനെ കണ്ട് സമീപിക്കണം നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഈ പിള്ളേരുടെ കളി ചിരി കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളായി വരുന്നു എന്ന് പറയുന്നുണ്ട്, അപ്പോഴും മൈൻഡ് ഒരു ഡോക്ടർ പറഞ്ഞു നീ ഓക്കെ ആണ്, ആ ടെൻഷനൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞു എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. നീ നോർമൽ ആ ഓക്കേയിലേക്ക് വന്നു കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആണ് ഇപ്പോഴും. കുട്ടികളായിട്ടും ഫിനാൻഷ്യലി പ്രോബ്ലങ്ങളൊക്കെ കുറഞ്ഞു, എല്ലാ കുറേ ടെൻഷൻ. ഇപ്പൊ ടെൻഷൻ ഉള്ളത് ഫുള്ള് എയറിൽ നിൽക്കണോന്നുള്ള ടെൻഷൻ മാത്രമേ അല്ല, ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഗർഭുണ്ടാക്കലും ഇങ്ങനത്തെ ഉള്ളതൊക്കെ കണ്ടപ്പോൾ ആ ടെൻഷൻ മാത്രമേ ഉള്ളൂ. പറഞ്ഞുണ്ടാവുന്ന സാധനമാണോ അത്? അല്ല, പൊതുവെ അങ്ങനത്തെയൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് കേൾക്കുമ്പോൾ ഷോക്ക് ആവില്ലേ, അങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരാൾക്ക് പറഞ്ഞുണ്ടാക്കുന്ന സാധനമാണെങ്കിൽ എത്ര പേർക്ക് ഉണ്ടായേനെ? അത് ശരിയാണ്. അവളിപ്പോ എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ഗർഭം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അതില് അവര് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഉറച്ചു കാണും. പിന്നെന്താ, 100%, 100-ൽ 101% ഉറപ്പാണ്. എനിക്കറിയാലോ എന്റെ കാര്യങ്ങള്. അവള് പറഞ്ഞതിൽ 100-ൽ 100% നുണയാണ്. അങ്ങനെ അവള് എനിക്ക് ഗർഭം ഉണ്ടെങ്കിൽ അവള് തെളിയിക്കട്ടെ, ഞാനും പോവാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിടെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ്. എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഏത് ഡോക്ടർ ചെക്ക് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും. ഒരു അബോർഷൻ നമുക്ക് ഇപ്പോൾ ഈ വർഷത്തിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതും 4 മാസമൊക്കെ ഗർഭമായിട്ട് കളയുന്ന ഏത് ഡോക്ടർമാരുള്ളതെന്ന് എനിക്ക് അറിയണം. പിന്നെ അവർ എടുത്തു പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ പ്രഗ്നന്റ് ആയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആരാണ് ആ പ്രഗ്നന്റിന് ഉത്തരവാദി എന്നും പിന്നെ എവിടെയാണ് ഇത് കൊണ്ട് കളഞ്ഞിരിക്കുന്നതെന്നും കൂടി അറിയാൻ പറ്റിയ എനിക്കൊരു ആശ്വാസം. ഷാഹിദ, ഈ അസുഖം വന്ന് ആ ഒരു സമയത്ത് കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഗൂഗിൾ പേ വഴി ക്യാഷുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷാഹിദ വേറൊരു വീഡിയോയിൽ ഇടുകയും ചെയ്തു. എന്താ പറഞ്ഞാൽ ഞാൻ ഇത് നിർത്തുന്നു, എനിക്ക് ഞാനും പൈസ അയക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ആ പൈസ മേടിച്ചോണ്ടിരിക്കുന്നുണ്ടെന്നാണ് പൊതുവെ പുറത്തുള്ളൊരു ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറയുന്നുണ്ട്, പുറത്ത് കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരിക്കലും ഇല്ല. ഞാൻ ആ സർജറിക്ക് വേണ്ടിയിട്ട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു 1 വീക്ക് കഴിഞ്ഞതും ഞാനത് തിരിച്ച് പറഞ്ഞു, ഇനി എനിക്ക് ആരും പൈസ അയക്കരുത്, എനിക്ക് സർജറിക്ക് വേണ്ട ക്യാഷായി, സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ അക്കൗണ്ട് നമ്പറും എൻ്റെ നമ്പറും അതിലിട്ടിരിക്കുന്നത്, നമുക്ക് ചില ആൾക്കാർക്ക് പ്രൊമോഷൻ വർക്ക് ചെയ്യുമ്പോൾ മെയിൽ വഴി അയക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് പ്രൊമോഷൻ വർക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അഡ്രസ്സും എൻ്റെ നമ്പറും അവിടെ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് പോയി എടുക്കാമല്ലോ, എടുത്തിട്ട് നമ്മൾക്ക് വിളിക്കാം. അങ്ങനെ കുറേ പ്രൊമോഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ നമ്പറും കാര്യങ്ങളും. അതിന് മാത്രമാണ് ഞാനത് അവിടെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ശേഷം ഒരാളുടെ 1 രൂപ ഞാൻ പോലും മേടിച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഞാൻ വീണ്ടും പൈസ തണ്ടിയും കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ. ഈ പറയുന്ന സഫീന ബീവി മെയിനായിട്ട് എടുത്ത് പറയുന്ന കാര്യം അതാണ്. ഞാൻ ഒരാളുടെ അടുത്തും എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം തെണ്ടിയിട്ടില്ല, മേടിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള പൈസ എനിക്ക് വന്നിട്ടുമില്ല. പിന്നെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് പൈസ അയക്കേണ്ടി പറഞ്ഞാൽ അതെൻ്റെ മക്കൾക്ക് വേണ്ടി. ഇപ്പം ഇന്നും കൂടി 2 ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി ഞങ്ങൾ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ നിൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു പൈസ
പൈസയും ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, നാട്ടിൽ വന്നാൽ നിന്നെ കാണാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കാണാം, എൻ്റെ മക്കൾക്ക് മേടിച്ച് അല്ലേ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ എവിടെ വെച്ചാൽ വന്ന് അവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സന്തോഷം കൊണ്ട് എൻ്റെ മക്കൾക്ക് തരുന്നത് ഞാൻ എങ്ങനെയായാലും സ്വീകരിക്കും. അത് പൈസ ആയാലും സാധനങ്ങളായാലും ഞാൻ മേടിക്കും. അല്ലാണ്ട് ഈ പറയുന്ന സെഫീന ബീവി പറയുന്ന പോലെ തെണ്ടല് പരിപാടി ഞാനില്ല. അത് ഞാൻ അന്ന് തെണ്ടിയതുമല്ല, അതെൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തു എന്നുള്ളൂ. അത് ഞാൻ അന്നേ നിർത്തി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ആ ദുബായിൽ നിന്നുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഇപ്പോൾ വിളിക്കണ്ടേ ഫണ്ട് ചോദിച്ചിട്ട് ഓരോരുത്തര് മക്കളെ എത്തി മക്കളാണല്ലോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. എത്തി മക്കൾക്ക് ഇങ്ങനെ നേർച്ച നേർന്നു പറഞ്ഞാൽ അവരുടെ ബിസിനസ് വളരും, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പം അത് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഇപ്പോൾ ഇങ്ങനെ എത്തി മക്കൾക്ക് കൊടുത്താൽ എനിക്ക് ആ കാര്യം ഒരു ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെട്ട് തരുന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിക്കലുണ്ട്, ഇപ്പോഴും എൻ്റെ ഗൂഗിൾ പേ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഫണ്ടുകളും മറ്റ് സമ്മാനങ്ങളൊക്കെ ലഭിക്കുമ്പോഴത്തേനും ഇപ്പോൾ ഉള്ള ഭർത്താവ് അദ്ദേഹം അതിനെക്കുറിച്ച് എന്താ പറയുക? ആൾക്കൊരു കുഴപ്പമില്ല, എൻ്റെ മക്കൾക്കാണല്ലോ കിട്ടണത്, അതിലൊന്നും ആൾക്കൊരു പ്രശ്നമില്ല. അത് അവരുടെ എൻ്റെ മക്കൾക്ക് കിട്ടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു, അതിൽ അവർക്കൊരു എതിർപ്പില്ല. ഷാഹിദ, ഇപ്പോൾ പൊതുവെ നാത്തും പറഞ്ഞ വേറൊരു ആരോപണമാണ്, ഇപ്പോൾ ഭർത്താവിൻ്റെ പേരെങ്ങും പറയുന്നില്ല, പേര് പറഞ്ഞിട്ടല്ല ഒരു കാര്യങ്ങളും പറയുന്നത്, എൻ്റെ ഇക്ക എന്നുള്ളൊരു സംസാരം മാത്രമേ. എൻ്റെ ഇക്ക എന്നുള്ളൊരു സംസാരം വരുന്നത് ഒരു ബഹുമാനത്തിന്റെ രീതിയിലാണ് എൻ്റെ ഇക്ക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കെബീർക്ക എന്ന് വിളിക്കല്, കല്യാണം കഴിഞ്ഞ മുതൽ കെബീർക്ക എന്നാ വിളിക്കലുള്ളൂ. എൻ്റെ ഇക്കാന്റെ പേര് അഹമ്മദ് കബീർ എന്നാണ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ എൻ്റെ ഇക്ക എന്ന് പറയുന്നത് അതൊരു ബഹുമാനത്തിന്റെ രീതിയിലാണ്, അല്ലാണ്ട് എൻ്റെ കെബീർ എന്ന് പറയില്ലല്ലോ ആരും. അതെൻ്റെ കെബീർക്ക എന്നുള്ള പറയുള്ളൂ, അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പോൾ എവിടെ എൻ്റെ ഇക്കാന്റെ പേര് പറയണതിലും എനിക്കൊരു പേടിയില്ല. 15 വയസ്സിൽ കല്യാണം കഴിച്ചു പോയ ഒരു മനുഷ്യൻ 15 വർഷം കൂടെ കഴിഞ്ഞ ഒരാളുടെ പേര് പറയണതിൽ എനിക്ക് എൻ്റെ മക്കളുടെ ഉപ്പ, എനിക്ക് അത് ഒരു ബഹുമാനത്തിന്റെ രീതിയിൽ ഞാൻ പറയണമെന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഒരാളെ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ആരോപണങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഷാഹിദ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഒരു പുതിയ ദാമ്പത്യം ഏത് നാത്തും വന്നിട്ട് ഏത് വോയിസ് ഇട്ടാലും ഞാൻ തളരാൻ തയ്യാറല്ല. കാരണം എനിക്ക് അതിൽ സത്യം ഉണ്ടെങ്കിലാണ് ഞാൻ തളരുള്ളൂ. അതിൽ സത്യം ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. ഇപ്പം രണ്ടാമതൊരു വിവാഹം കഴിച്ചു, അതും ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.